السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുഖറബീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളെയും പരീക്ഷണങ്ങളെയും യഥാർത്ഥ ബുദ്ധിയിൽ അതിജീവിക്കാനും വിജയിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഹിക്മത്തുല്ലാഹി ഫിൽ ബലായ, പരീക്ഷണങ്ങളിലൂടെ പഠിച്ച പാഠങ്ങൾ എന്ന വിഷയത്തിൽ 3 പാഠം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. അള്ളാഹുവിൻ്റെ ഹിക്മത്തുകൾ ധാരാളമാണ്. അതിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കാൻ വളരെ കുറഞ്ഞ ബുദ്ധിയും വളരെ കുറഞ്ഞ അറിവും വിവേകം കുറഞ്ഞവരുമായി നമുക്ക് സാധിക്കില്ല. വിവേകികളും ജ്ഞാനികളും കൂർമ്മ ബുദ്ധിയുള്ളവരുമായ പണ്ഡിതന്മാർ അതിൽ എന്ത് പറഞ്ഞു, എന്ത് നമുക്ക് പഠിപ്പിച്ചു തന്നു, അത് പഠിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വളരെ കൂർമ്മ ബുദ്ധിയിലിരിക്കണം. ഈ വിഷയം നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കണോലാണ് എന്ന് ഒരു പരീക്ഷണമാണിത്. പരീക്ഷണങ്ങളിലൂടെയുള്ള 4ാമത്തെ പാഠം. പരീക്ഷണങ്ങൾക്ക് 2 അവസ്ഥയാണ്. ഒന്ന് സ്വർഗീയ അവസ്ഥ, ഒന്ന് നാരകീയ അവസ്ഥ. സന്തോഷങ്ങൾ, ആയാസങ്ങൾ, സുഖങ്ങൾ, ഗുണങ്ങൾ, നന്മകൾ, ഇതെല്ലാം സ്വർഗീയ അവസ്ഥയാണ്. ഭൂമിയിൽ ചിലപ്പോൾ സ്വർഗീയ കാറ്റ് അടിച്ചു വീശും. സന്താപങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, സാംസ്കാരികമായ അധപ്പതനങ്ങൾ, ഇതെല്ലാം നാരകീയമായ അവസ്ഥയാണ്. ഭൂമിയിൽ ചിലപ്പോൾ നാരകീയമായ കാറ്റും അടിച്ചു വീശും. ഈ 2 അവസ്ഥകളിൽ നിന്ന് വിശ്വാസിയും കൂർമ്മ ബുദ്ധിയുമുള്ള ഒരു മനുഷ്യൻ പഠിക്കേണ്ട പാഠം, ഇതിൽ ഞാൻ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഒരിക്കലും അസുഖം ഒരാൾ സെലക്ട് ചെയ്യൂല, വേദന തിരഞ്ഞെടുക്കൂല, പ്രയാസങ്ങളെ അഭിമുഖീകരിക്കാൻ ആർക്കും ഇഷ്ടം ഇല്ല, ദുഃഖങ്ങളെ തീരെ ഇഷ്ടമില്ല, പ്രതിസന്ധികൾ ഒരു മനുഷ്യനും തൃപ്തിപ്പെടില്ല. പിന്നെ എന്താണ് മനുഷ്യൻ തിരഞ്ഞെടുക്കുക? മനുഷ്യൻ ആയാസങ്ങളെ തിരഞ്ഞെടുക്കും, സന്തോഷങ്ങളെ തിരഞ്ഞെടുക്കും, സമാധാനങ്ങളെ തിരഞ്ഞെടുക്കും, വിജയത്തെ തിരഞ്ഞെടുക്കും, സത്യത്തെ തിരഞ്ഞെടുക്കും, ഉപകാരങ്ങളെ തിരഞ്ഞെടുക്കും, ലാഭങ്ങളെ തിരഞ്ഞെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് പരീക്ഷണം, വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്നഹ വഇലൈനാ തുർജഊൻ, ഉപദ്രവമായ കാര്യങ്ങളെ കൊണ്ടും പരീക്ഷിക്കും, നന്മയായ കാര്യങ്ങളെ കൊണ്ടും പരീക്ഷിക്കും. വഇലൈനാ തുർജഊൻ എന്ന ബോധത്തിലേക്ക് നിങ്ങൾ മടങ്ങണം. അപ്പോൾ
ഈ രണ്ട് അവസ്ഥയിൽ നിന്നും നാം എങ്ങനെ പാഠം തിരഞ്ഞെടുക്കും? ഇനി വ ഇലൈനാ തുർജഊൻ, അല്ലാഹുവിലേക്കാണ് മടക്കം, ഇവിടെ ശാശ്വതമല്ല. ആ ലോകത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? ആ ലോകം രണ്ടും സമ്മിശ്രമല്ല, അത് മിശ്രിതമല്ല. സ്വർഗവും മിശ്രിതമല്ല, നരകവും മിശ്രിതമല്ല. എന്നാൽ ദുനിയാവ്, മരണത്തിന് മുമ്പുള്ള ജീവിതം മിശ്രിതമാണ്. ഇവിടെയുള്ള സുഖങ്ങൾ അത് സ്വർഗത്തിലെ ആനന്ദത്തെ നമുക്ക് പഠിപ്പിക്കുന്നു. ഇവിടെയുള്ള അസുഖങ്ങൾ അത് നരകത്തിലെ പ്രയാസത്തെ നമുക്ക് പഠിപ്പിക്കുന്നു. അപ്പോൾ ബുദ്ധിയുള്ളവൻ ചിന്തിക്കും, എനിക്ക് പ്രയാസങ്ങളാണോ അടുത്ത ജീവിതത്തിൽ വരേണ്ടത്, അതല്ല ആയാസങ്ങളാണോ അടുത്ത ജീവിതത്തിൽ വരേണ്ടത് എന്ന് ബുദ്ധിയുള്ളവർ തിരഞ്ഞെടുക്കും. അതാണ് ഒരു പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തെ ന്യൂനമായാണ് പടച്ചത്. രണ്ടാമത്തെ പാഠം, സ്വർഗീയ ലോകം അന്യൂനമാണ്, നരകം ന്യൂനമാണ്. അതായത് സ്വർഗത്തിൽ കുറവുകളില്ല, പൂർണ്ണതകളേ ഉള്ളൂ. നരകം അങ്ങനെയല്ല, നരകത്തിൽ കുറവുകളേ ഉള്ളൂ, പൂർണ്ണതയേ ഇല്ല. അപ്പോൾ പൂർണ്ണതയുള്ള സ്വർഗീയ അവസ്ഥയാണോ ഒരു മനുഷ്യന് വേണ്ടത്, കുറവുകളുള്ള നാരകീയ അവസ്ഥയാണോ ഒരു മനുഷ്യന് വേണ്ടത് എന്നവൻ മനസ്സിലാക്കണം. ഇത് രണ്ടും മിശ്രിതമാണ് ദുനിയാവ്. അപ്പോൾ ദുനിയാവിനെ തിരഞ്ഞെടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? മിശ്രിതമായ സ്വഭാവമുള്ളവരെ ആരും ഇഷ്ടപ്പെടില്ല. നിങ്ങൾ വിദേശത്തേക്ക് ഇവിടുന്ന് ഒരു ജോലിക്കാരനെ കൊണ്ടുപോയി, നിങ്ങളെ കുടുംബത്തിലുള്ള ഒരുത്തന അവിടെ പോയപ്പോൾ ഒരു ദിവസം അവൻ പണിക്ക് പോവും, രണ്ടാമത്തെ ദിവസം വീട്ടിൽ കടന്നുറങ്ങും, റൂമിൽ ഉറങ്ങും, പിന്നെ ഇടയ്ക്ക് പണിക്ക് പോവും, ഇടയ്ക്ക് ഉറങ്ങും. അങ്ങനത്തെവരെ നിങ്ങൾ കൊണ്ടുപോവോ? കൊണ്ടുപോവില്ല. എന്തുകൊണ്ട്? അവനിൽ ന്യൂനത ഉണ്ട്. ഒരു വസ്തു നിങ്ങൾ മേടിക്കുമ്പോൾ, ഒരു മെഷീൻ വാങ്ങി, ആ മെഷീൻ ഇടയ്ക്ക് നല്ല ഉഷാറായി വർക്ക് ചെയ്യും, ഇടയ്ക്ക് അതിൽ ഷോക്ക് വരും. നിങ്ങൾ വാങ്ങോ? ആ ബ്രാൻഡ് നിങ്ങൾ ഒഴിവാക്കും. നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് ഒരു ഭർത്താവിനെ സെലക്ട് ചെയ്തു, ആ ഭർത്താവാകട്ടെ ഒരു ദിവസം മാന്യമായി പെരുമാറും, പിറ്റേ ദിവസം അടിയും തൊഴിയും, മൂന്നാമത്തെ ദിവസം അതിലേറെ മാന്യമായി പെരുമാറും, നാലാമത്തെ ദിവസം അതിലേറെ അടിയും തൊഴിയും. അങ്ങനത്തെവർ നിങ്ങൾ സെലക്ട് ചെയ്യോ? ഇല്ല. എന്നാൽ ദുനിയാവിനെ നിങ്ങൾ സെലക്ട് ചെയ്യരുത്. ദുനിയാവിനെ സെലക്ട് ചെയ്യണമെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കണം. സ്വർഗം സുഖത്തിൻ്റെ ലോക, അത് ലഭിക്കാത്തവന് പിന്നെയുള്ളത് നരകാണ്. അതിലേറെ സുഖം ദുനിയാവാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരിക്കൽ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് പറയാ, നബിയെ യുഖ്രിഉക സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേക്ക് സലാം പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഉഹദ് പർവ്വതം കണക്കെയുള്ള സ്വർണത്തിന്റെ കൂമ്പാരം അങ്ങേക്ക് വേണമെങ്കിൽ അങ്ങയോട് പിന്തുടരും. വറാവദത്തുൽ ജിബാൽ എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. ഉഹദ് പർവ്വതത്തിന്റെ അത്ര സമാനമായ സ്വർണം, ഉഹദ് പർവ്വതമോ അല്ലെങ്കിൽ അതിനോളം സമാനമായ സ്വർണത്തിന്റെ പർവ്വതം നിങ്ങളുടെ പിന്നാലെ വേണമെങ്കിൽ നടത്താൻ അല്ലാഹു സുബ്ഹാനഹു തആല അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത്രയും സമ്പത്ത് തരാം. അപ്പോൾ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ദുനിയാ ദാറു മല്ലാ ദാറല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാ, താഴ്മ കാട്ടി. എന്നിട്ട് പറഞ്ഞു, ഇന്ന ദുനിയാ ദാറു മല്ലാ ദാറല, ഇത് വീടില്ലാത്തവന്റെ വീടാണ്. വമാലു മല്ലാ മാലല, സമ്പത്തില്ലാത്തവന്റെ സമ്പത്താണ്. വലഹാ യജ്മഉ മല്ലാ അഖിലല, ബുദ്ധിയില്ലാത്തവർ അതിനെ ഒരുമിച്ച് കൂട്ടും. വഅലൈഹാ യുആദി മല്ലാ ഇൽമല, ജ്ഞാനമില്ലാത്തവർ അതിനു വേണ്ടി കിടമത്സരം നടത്തും. വഅലൈഹാ യഹ്സുദു മല്ലാ ഫിഖ്ഹല, ശാസ്ത്രമറിയാത്തവർ, യഥാർത്ഥ അറിവില്ലാത്തവർ അതിനു വേണ്ടി അസൂയ വെക്കുകയും ചെയ്യും. വലഹാ യസ്ആ മല്ലാ യഖീനല, ദൃഢമായ വിജ്ഞാനമില്ലാത്തവർ, ഉറപ്പുള്ള വിജ്ഞാനമില്ലാത്തവർ, അഖീദയിൽ വിശ്വാസം, കൃത്യമായ വിശ്വാസമില്ലാത്തവർ, ദൃഢമായ ഉഖ്റവിയായിരിക്കുന്ന സുഖസൗകര്യങ്ങളെയും സ്വർഗീയ ലോകത്തെയും നാരകീയ അവസ്ഥകളെയും കുറിച്ച് ബോധമില്ലാത്തവർ,
അവർ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് മത്സരിച്ച് നടക്കും, പരിശ്രമിച്ച് നടക്കും. അതുകൊണ്ട് ദുനിയാവ് എനിക്ക് ആവശ്യമല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ ദുനിയാവിൽ നന്മയാണ് വേണ്ടത്. ദുനിയാവിനൊരു പ്രശ്നമുണ്ട്. ദുനിയാവിൽ നന്മയുണ്ടാവും തിന്മയുണ്ടാവും, അത് പ്രശ്നമാണ്. അതാണ് പ്രശ്നം. മിശ്രിതമാണ് ദുനിയാവ് എന്നുള്ള വില നമുക്ക് പരീക്ഷണങ്ങൾ അറിയിച്ചു തരും. നിങ്ങൾ നോക്കി, നിങ്ങൾ എപ്പോഴും സുഖാവസ്ഥയിലാണെങ്കിൽ ദുനിയാവിനെ നിങ്ങൾക്ക് വളരെ ബഹുമാനമായിരിക്കും, അല്ലേ? നിങ്ങൾക്ക് എപ്പോഴും ദുഃഖമാണെങ്കിൽ വളരെ ദുഃഖമായിരിക്കും. ആ സമയത്ത് ജീവിതം തന്നെ നിങ്ങൾക്ക് മടുക്കും. രണ്ടും അള്ളാഹു മിശ്രിതമാക്കി തന്നു. അതിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത പഠിപ്പിച്ചു തന്നു, അതിലൂടെ നിങ്ങൾക്ക് നരകത്തിലുള്ള വേദന പഠിപ്പിച്ചു തന്നു, അതിലൂടെ നിങ്ങൾക്ക് ദുനിയാവിൻ്റെ വിലയും സ്ഥാനവും അതിൻ്റെ കാലവും പഠിപ്പിച്ചു തന്നു. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ എല്ലാം രണ്ടാണ്, നന്മ തിന്മ, രാത്രി പകല്, സുഖം അസുഖം, രോഗം ആരോഗ്യം, ഇങ്ങനെയാണ്. എന്നാൽ സ്വർഗം അങ്ങനെയല്ല. സ്വർഗത്തെപ്പറ്റി പറഞ്ഞതെന്താ? സ്വർഗം വളരെ സന്തോഷമല്ലേ മനുഷ്യന് നൽകുക. സ്വർഗം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തരി ദുഃഖം, ഒരു കൊതുകിൻ്റെ കടി പോലും അവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. സ്വർഗത്തെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ എന്താ പറഞ്ഞു കൊടുത്തത്? യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കും വലാ അൻതും തഹ്സനൂൻ. നമ്മളെ ഭൂമിയിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചത്? സമാധാനത്തോടുള്ള ജീവിതം, അല്ലേ? ഭൂമിയിൽ നമ്മൾ എന്താ പ്രതീക്ഷിച്ചത്? ആരും നമ്മെ അപമാനിക്കാത്ത ജീവിതം, അല്ലേ? നമ്മെ പരിഹസിക്കാത്ത ജീവിതം, കുറ്റപ്പെടുത്താത്ത ജീവിതം, ആരെയും ഭയക്കാതെയുള്ള ജീവിതം. നമ്മളിപ്പോൾ ഒരാൾക്ക് വോട്ടെടുപ്പിൽ ഒരാൾക്ക് നമ്മൾ കൈ കുത്തുന്നത് എന്തിനാ? വോട്ട് ചെയ്യണത് നമുക്ക് സമാധാനത്തിൻ്റെ ജീവിതത്തിനല്ലേ, പേടിയില്ലാത്ത ജീവിതത്തിനല്ലേ, രക്ഷക്കല്ലേ? എന്നാൽ അതിവിടെ പൂർണ്ണമായി ലഭിക്കൂല. അപ്പോൾ സ്വർഗത്തിലേക്ക് ഈ പ്രയാസങ്ങളൊക്കെ നമ്മെ ചിന്തിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, വിശദീകരിക്കുന്നില്ല. യാ ഇബാദി, എൻ്റെ അടിമകളെ, ലാ ഖൗഫുൻ അലൈക്കും വലാ അൻതും തഹ്സനൂൻ. നിങ്ങളുടെ മേലിൽ ഇന്ന് ഭയമില്ല, നിങ്ങൾ ഇന്ന് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. മറ്റൊരായത്തിൽ കാണാം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ, സുമ്മസ്തഖാമു, പിന്നെ ജീവിതം ഇസ്തിഖാമത്തായി ചൊവ്വായ ശൈലിയിൽ ജീവിച്ചവർ, നല്ല നിലയിൽ നിലകൊണ്ടവർ, ഫലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേലിൽ ഒരു ഭയവുമില്ല, വലാഹും യഹ്സനൂൻ, അവർ സ്വർഗത്തിൽ ചെന്നാൽ ദുഃഖിക്കുകയുമില്ല. മരണവെപ്രാളമായിരിക്കും നരകത്തിൽ, മരണവെപ്രാളം. ഇതും നമ്മൾ ദുനിയാവിൽ അനുഭവിക്കണില്ലേ? എത്ര സുഖത്തിലുള്ള ആളാണെങ്കിലും എന്തെങ്കിലും ഒരു വേദന അനുഭവിക്കും, ഇല്ലേ? ഒടുവിൽ മരണം അനുഭവിക്കൂലേ? എന്നാൽ ഈ മരണവേദന, ഇങ്ങനെ ഒരു വെപ്രാളം ഒന്നും സ്വർഗത്തിലില്ല. സ്വർഗത്തിൽ നമ്മൾ കൊതിച്ച അമ്നി എന്നൊരു സംഗതി ഉണ്ടാവും. അമ്നി എന്നാൽ നിർഭയത്വം. വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ. അവർ അന്ന് നിർഭയരായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ. വഹും ഫിൽ ഗുറുഫാതി ആമിനൂൻ. അവർ വലിയ വലിയ അവരുടെ റൂമുകളിൽ, വിശാലമായ കൊട്ടാരങ്ങളിൽ, വിശാലമായ സൗകര്യങ്ങളുള്ള പാർപ്പിടങ്ങളിൽ അവർ നിർഭയത്വത്തോടുകൂടെ ജീവിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യണം. നിങ്ങൾക്കൊരു പനി വരുമ്പോൾ, നിങ്ങൾക്കൊരു വേദന വരുമ്പോൾ, കുടുംബത്തിലൊരു രോഗം വരുമ്പോൾ, അള്ളാഹുവേ, വേദന എന്നുള്ളത് നരകത്തിലെ സ്വഭാവമല്ലേ? ഇത് ഓർക്കണം, നിങ്ങൾ ഓർക്കണം. അള്ളാഹുവേ, വേദന എന്നുള്ളത് നരകത്തിലെ സ്വഭാവമല്ലേ? ഈ വേദനയിലൂടെ നീ പഠിപ്പിച്ചത് നരകം ആഗ്രഹിക്കണ്ട എന്നല്ലേ? അതുകൊണ്ട് ഞാൻ സ്വർഗത്ത് ആഗ്രഹിക്കുന്നു. അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്ന, അല്ലാഹു എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹു എന്നെ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ നരകത്തിൻ്റെ അവസ്ഥ എന്താ? നരകത്തിലെ അവസ്ഥ കുർജീവനായിരിക്കും. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, ജീവിക്കൂല, മരിക്കൂല. അപ്പം നിങ്ങൾ വളരെ പ്രയാസപ്പെടുന്നൊരു രോഗം കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗിയെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇതല്ലേ നരകത്തിലെ അവസ്ഥ? ലാ ഖൗഫുൻ അലൈഹിം വലാ സുമ്മ ലാ യമൂതൂന
ഫീഹാ വലാ സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അവിടെ ജീവിക്കൂല, മരിക്കൂല, കോർജീവനായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താ? നിന്യതയില്ലാത്ത മാന്യമായ ജീവിതം നയിക്കണം, അല്ലേ? അപ്പം നരകം ഒരിക്കലും നിങ്ങൾ തൃപ്തിപ്പെടരുത്. നിങ്ങൾക്ക് എന്ന് ജീവിതത്തിൽ നിന്യത വന്നോ അന്ന് നിങ്ങൾ ഈ ആയത്ത് ഓർക്കണം. വകുല്ലുൻ അതൗഹു ദാഖിരീൻ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി എനിക്ക് കർമ്മം ചെയ്യുന്നതിനെ തൊട്ട്, എന്നെ ആരാധിക്കുന്നതിനെ തൊട്ട് ആരാണോ കിബ്ർ നടിച്ചൊഴിഞ്ഞു മാറിയത് അവർ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നരകത്തിൽ നിന്ദരായിക്കൊണ്ട് പ്രവേശിക്കും. അപ്പോൾ ഞാൻ വിശദീകരിക്കണില്ല. ഇന്നലെ ഒന്ന് ടഫായിരുന്നു വിഷയം, ഒന്ന് സഹിലാക്കി പറയാണ്, എളുപ്പാക്കി പറയാണ്, വിശദീകരിക്കണില്ല. നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും അവസ്ഥയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരും. എന്തിലൂടെ? പരീക്ഷണങ്ങളിലൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. മറ്റൊരു പാഠം, അഞ്ചാമത്തെ പാഠം, മുൻഗാമികളെപ്പോലെ നമ്മളാകാൻ ആഗ്രഹിക്കണില്ലേ? ഉണ്ടോ അല്ലേ? നമ്മൾ മുൻഗാമികളെ പോലെ ആകാൻ ആഗ്രഹിക്കണില്ലേ? ബദരീങ്ങളെപ്പോലെ ആവണം, നമുക്ക് ഉഹുദുകളെപ്പോലെ ആവണം, ഉഹുദീങ്ങളെ ആവണം, ഹുനൈനീങ്ങളെ ആവണം, ഖൈബറിലെ അലിയാരെ പോലെയാവണം റളിയല്ലാഹു അൻഹും. നമുക്ക് പ്രവാചകന്മാർ ഏതൊരു സ്വഭാവമാണോ ജീവിതത്തിൽ പകർത്തിയത് ആ സ്വഭാവത്തെ പിൻപറ്റണം. ആഗ്രഹിക്കണില്ലേ? ഉണ്ട്. നബിമാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവർ ഏതൊരു സത്യത്തെയാണോ പിൻപറ്റിയത് ആ സത്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഏതൊരു സ്ഥാനത്തെയാണോ എത്തിച്ചത് ആ സ്ഥാനവും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ അവർക്ക് ഏതൊരു അറ്റ്മോസ്ഫിയറാണോ ഇവിടെ അള്ളാഹു നൽകിയത് അത് നമുക്കും നൽകും. അവർക്ക് ഏതൊരു സാഹചര്യമാണോ ഇവിടെ നമുക്ക് നൽകിയത് അത് നമുക്കും നൽകും. കാരണം അള്ളാഹു അവരെ അത്രയും വലിയൊരു സ്ഥാനത്തേക്ക് എത്തിച്ചത് അള്ളാഹു അവർക്ക് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നൽകിയത് കൊണ്ടാണ്. അള്ളാഹു അവർക്ക് ഈ ഇത്രയും വലിയ സ്ഥാനങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത്രയും അവരെ അള്ളാഹു പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ പരീക്ഷണം അത് നമ്മൾ സ്വീകരിക്കാതെ അവരുടെ സ്ഥാനം സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ വളവാണ്. അത് നടക്കൂല ദുനിയാവിൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. കണ്ടോ, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ജനവിഭാഗങ്ങൾക്ക് എത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്താതെ. മസ്സത്ഹും, അവരെ സ്പർശിച്ചിരുന്നു. അൽ ബഅസാ, അവർക്ക് സാമ്പത്തിക മാന്ദ്യമുണ്ടായിരുന്നു. വല്ലറാ, ശാരീരികമായ പ്രയാസങ്ങളും രോഗങ്ങളും ഉണ്ടായിരുന്നു. വസുൽസിലു, അവരെ കിടുകിടെ വിറപ്പിക്കപ്പെട്ടിരുന്നു. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅ, അവരും അവരുടെ റസൂലും റസൂലിന്റെ കൂടെ അനുയായികളും മതാ നസ്റുല്ലാഹ്, അല്ലാഹുവേ എപ്പോഴാണ് സഹായം ഇറങ്ങുക? ഞങ്ങൾ കുടുങ്ങിപ്പോയിട്ടുണ്ട് റബ്ബേ, ഞങ്ങൾ ക്ഷീണിച്ച് അവശരായിട്ടുണ്ട് റബ്ബേ, ഞങ്ങൾ പ്രയാസപ്പെട്ടിട്ടുണ്ട് റബ്ബേ. ഇന്ന് ഫലസ്തീനിന്റെ അവസ്ഥ കാണുമ്പോൾ മുസ്ലിമേ നമ്മൾ കരഞ്ഞു പോകാറില്ലേ? പിഞ്ചു കുഞ്ഞുങ്ങളുടെ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ കരയാറില്ലേ? ഉമ്മമാർ പിടഞ്ഞു വീഴുന്നത് കാണുമ്പോൾ നമ്മൾ പ്രയാസപ്പെടാറില്ലേ? അല്ലാഹുവേ ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാ. മസ്സത്ഹുമുൽ ബഅസാ വല്ലറാ, അവർക്ക് എല്ലാ പരീക്ഷണങ്ങളും എത്തി. വസുൽസിലു, അവരെ കിടുകിടെ വിറപ്പിക്കപ്പെട്ടു. സുൽസിലു എന്നുള്ള വാക്കാ പറഞ്ഞത്. സുൽസിലു എന്ന് പറഞ്ഞാൽ ഏതാണ് ആ വാക്ക് എന്നറിയാം നിങ്ങൾക്ക്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ എന്ന് പറഞ്ഞ അന്ത്യനാളിലെ ഭൂമിയെ കിടുകിടാ വിറപ്പിക്കപ്പെടും, ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കപ്പെടുമെന്ന് പറഞ്ഞ അതേ ആയത്താണ്, അതേ വാക്കാണ് അല്ലാഹു വിശ്വാസികളെ വിറപ്പിച്ചതിലും വിശ്വാസികളെ പരീക്ഷിച്ചതിലും ഉപയോഗിച്ചത്. അപ്പൊ എത്രത്തോളം നമ്മുടെ ആ വിറക്കലുണ്ടാവും ഒന്ന് സങ്കല്പിച്ചു നോക്കി. ഭൂമി കിടുകിടെ വിറക്കുമെന്ന് പറഞ്ഞിടത്ത് സുൽസില എന്നുള്ള വാക്ക ഉപയോഗിച്ചിട്ട്, മുഅ്മിനീങ്ങളെ പരീക്ഷിച്ചു എന്നിടത്തും സുൽസില എന്നുള്ള വാക്ക ഉപയോഗിച്ചത്. അപ്പൊ അതിന്റെ കാഠിന്യം എത്രയായിരിക്കും? അതുകൊണ്ട് ആരും നിരാശപ്പെടണ്ട.
മുൻഗാമികളെ സ്ഥാനം വേണോ? അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. ആ സ്ഥാനം നമുക്ക് ലഭിക്കും, അവരുടെ ദറജ ലഭിക്കുമെന്നല്ല, അവർ പോയ സ്വർഗത്തിലേക്ക്, അവർ പോകുന്ന കവാടത്തിലൂടെ, അല്ലെങ്കിൽ അവരുടെ പിന്നിൽ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. കണ്ടോ, ആമന്ന എന്ന് പറയുമ്പോഴേക്ക് നിങ്ങളിങ്ങനെ രക്ഷപ്പെട്ടു പോകുക, ഒരു പ്രയാസമല്ലാതെ ഇങ്ങനെ സന്തോഷമായിട്ട് എന്നിങ്ങനെ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരെയും നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ, എന്തിനാണ് ഈ പരീക്ഷണം എന്ന് അറിയുമോ? ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. ആരാണ് സ്വാദിഖ്, ആരാണ് കാദിബി എന്ന് അള്ളാഹു വ്യക്തമാക്കി തരും. ആർക്കൊക്കെ സത്യസന്ധമായ മതചിട്ടയുണ്ട്, ആർക്കൊക്കെ സത്യസന്ധമായ വിശ്വാസമുണ്ട്, ആർക്കൊക്കെ സത്യസന്ധമായ നിയ്യാത്തുണ്ട്, ആർക്കൊക്കെ നല്ല ലക്ഷ്യമുണ്ട്, ആരാണ് കള്ളന്മാർ, ആരാണ് വ്യാജന്മാർ, ആരാണ് സമുദായത്തെ പറയിപ്പിക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളും പ്രതിസന്ധികളും കൂനിന്മേൽ കുരു എന്ന് ഇടി തട്ടിയവനെ പാമ്പ് കടിച്ചതുപോലെ കൂനിന്മേൽ കുരു എന്നതുപോലെ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പം അതിൽ നിന്നുള്ള പാഠം നമുക്ക് മുൻഗാമികളെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കിത്തരാനും അവർ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനും വേണ്ടിയാണ്. പിന്നെന്തിനാണ്? അവർ അധ്വാനിച്ചതുപോലെ നമ്മൾ അധ്വാനിക്കാൻ വേണ്ടിയും, അവർ ക്ഷമിച്ചതുപോലെ നമ്മൾ ക്ഷമിക്കാൻ വേണ്ടിയും. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നഹ വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ. ആരൊക്കെ അല്ലാഹുവിന് വേണ്ടി പോരാടും, ആരൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കും, ആരൊക്കെ അള്ളാഹുവിന് വേണ്ടി കഷ്ടപ്പെടും, ആരൊക്കെ സമുദായത്തിൻ്റെ കാര്യം നോക്കാതെ ഒരു ഭാഗത്ത് തൻ്റെ സമ്പത്തും കൂട്ടിപ്പിടിച്ചിരിക്കും എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയാസങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. അടുത്ത പാഠം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ തെർബിയത്ത് ചെയ്യുന്നുണ്ട്. അതായത് നമ്മെ പോറ്റി വളർത്തുന്നത് അള്ളാഹു അല്ലേ? പോറ്റി വളർത്തുന്നവൻ്റെ പേരാണ് റബ്ബ്, രക്ഷിതാവ്. രക്ഷക്കുള്ള മാർഗങ്ങൾ തന്ന് മെല്ലച്ചെ നമ്മങ്ങനെ ഉയർത്തി പൂർണ്ണമായ വളർച്ചയിലേക്ക് കൊണ്ടുപോരുന്ന ആളുടെ പേരാണ് റബ്ബ്. അതുകൊണ്ടാണ് മാതാപിതാക്കൾക്ക് നമ്മൾ റബ്ബ് എന്ന് പറയുന്നത്. അവർ നമ്മെ വളർത്തുന്നുണ്ട്, പോറ്റി വളർത്തുന്നുണ്ട്, പക്ഷെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. അള്ളാഹുവും റബ്ബാണ്, അവരും റബ്ബാണ്, പക്ഷെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. പൂർണ്ണമായും ഒരു നിലക്ക് യോജിപ്പില്ല, പൂർണ്ണമായും വ്യത്യാസമുണ്ട്. എന്നാൽ ഈ അള്ളാഹു നമ്മെ വളർത്തുന്നതിൽ നിന്ന് നമുക്കൊരു പാഠമുണ്ട് കേട്ടോ. അതെന്താ പാഠം എന്നറിയോ? പരീക്ഷണങ്ങൾ നൽകിയിട്ടാണ് അള്ളാഹു നമ്മെ വളർത്തുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ അള്ളാഹു നമ്മെ തെർബിയത്ത് ചെയ്യുന്നുണ്ട്. ഒന്ന് അത്തെർബിയത്തു ഇൻദൽ ബലാഇ വല്ലറാഇ വൽ മശഖ്ഖ, പ്രയാസങ്ങൾ തന്നുകൊണ്ട് നമ്മളെ തെർബിയത്ത് ചെയ്യും. ആ തെർബിയത്തിൽ നമ്മൾ വിജയിക്കൽ എങ്ങനെ? പ്രയാസങ്ങളിലും ക്ഷമിക്കുന്ന പൊരുത്തപ്പെടുന്ന അടിമയാവണം. അള്ളാഹു സന്തോഷങ്ങൾ നമുക്ക് നൽകും. അതാണ് അത്തർബിയത്തു ഇൻദ സറാഇ വസ്സുറൂരി വസ്സഹല. അള്ളാഹു എളുപ്പങ്ങളും ആയാസങ്ങളും സന്തോഷങ്ങളും നമുക്ക് നൽകി നമ്മെ തെർബിയത്ത് ചെയ്യും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ സമയത്ത് നന്ദിയും റിളയും, രണ്ട് കാര്യം ഞാൻ പറയുന്നത്. എല്ലാവരും കൊണ്ട് നോക്കി. പ്രയാസങ്ങൾ തന്ന് അള്ളാഹു പരീക്ഷിക്കും, അത് തെർബിയത്താ. ആയാസങ്ങൾ തന്നും അള്ളാഹു പരീക്ഷിക്കും, അതും തെർബിയത്താ. രണ്ട് സമയത്തും നമ്മളെ തെർബിയത്ത് ചെയ്യാണ്. എന്താ നമ്മൾ ആവേണ്ടത്? അടിമയാണ് ആവേണ്ടത്, യഥാർത്ഥ അടിമ. പ്രയാസ സന്ദർഭത്തിൽ നമുക്ക് വേണ്ട ക്വാളിറ്റി, നമുക്ക് വേണ്ട സിഫത്ത്, വിശേഷണം എന്താണ്? ക്ഷമ, റിള. ആയാസ സന്ദർഭത്തിൽ നമുക്ക് വേണ്ട എന്താണ്? നന്ദി, റിള. ഒന്ന് ക്ഷമ, പൊരുത്തം. മറ്റേ സന്ദർഭത്തിൽ നന്ദി, പൊരുത്തം. പ്രയാസങ്ങളിൽ നല്ല അടിമയും ഉണ്ടാകും, ചീത്ത അടിമയും ഉണ്ടാകും. ആയാസങ്ങളിലും നല്ലവനായ അടിമയും ഉണ്ടാകും, ചീത്തവനായ അടിമയും ഉണ്ടാകും. ആരാ നല്ലവനായ അടിമ? അവൻ സന്തോഷങ്ങളിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യും, നന്ദി ചെയ്യും. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അവൻ പൊരുത്തപ്പെടും, അള്ളാഹുവിന് റിള നൽകും. എന്നാൽ മറ്റുള്ള അടിമകൾ അങ്ങനെയല്ല. അവർ സന്തോഷത്തെ മാത്രം തൃപ്തിപ്പെടുന്ന അടിമകളായിരിക്കും. അവർ ഒരിക്കലും ആയാസത്തിന് പകരം പ്രയാസം ഇഷ്ടപ്പെടുകയില്ല. അവർക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ അവരെന്താ ചെയ്യുക അറിയോ? അവൻ പ്രയാസം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പൊറുതികേട് കാട്ടും, കുറ്റപ്പെടുത്തും,
സന്തോഷം ഉണ്ടാകുന്ന സമയത്തോ അഹങ്കരിക്കുകയും ചെയ്യും, നന്മ തടയുകയും ചെയ്യും. ഞാൻ എന്തോ ആണ് എന്ന് അവന് അഹങ്കരിക്കും. അള്ളാഹു പറയുന്നുണ്ട്, ചില ആളുകളുണ്ട്, അവർ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ കയറിക്കൊണ്ടല്ല അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നത്. ഒരു തെല്ലിൽ നിന്നുകൊണ്ട് ആരാധിക്കുക, തെല്ലിൽ നിന്നുകൊണ്ട് ആരാധിക്കും. അങ്ങനത്തെ ആളുകൾ അള്ളാഹു ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൻ തെർബിയത്തിൽ പരാജയപ്പെട്ടതാണ്. ഒരു തെല്ലിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ചിലരുണ്ട്. അവരുടെ സ്വഭാവം എന്താ? وإن أصابته فتنة فإن أصابه خير اطمأن به فإن أصابه خير اطمأن به. വല്ല നന്മയെ ലഭിച്ചാൽ എന്ത് ചെയ്യും? അതിലേക്ക് അങ്ങോട്ട് മുഴുകും, അതിൽ സമാധാനം കൊള്ളും. എന്നാൽ وإن أصابته فتنة, അവന് വല്ല പ്രയാസങ്ങളും വന്നാൽ انقلب على وجهه, അവൻ എല്ലാ നിലക്കും മുഖം തിരിഞ്ഞങ്ങോട്ട് പോകും. പിന്നെ അവനെ പള്ളിയിൽ കാണൂല, അവനെ നല്ല സംരംഭങ്ങളിലൊന്നും കാണുകയില്ല, പിന്നെ പാവങ്ങളെ സഹായിക്കാൻ അവന് കിട്ടൂല, പിന്നെ അവനിൽ നിന്ന് നല്ലൊരു സംസാരം നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഒരു ഉദാഹരണം പറയട്ടെ. കൊറോണ ഉണ്ടായ സന്ദർഭത്തിൽ ചില ആളുകൾ അധിക ആളുകളും എന്ത് ചെയ്യും? മാസ്ക് ധരിച്ച് തൻ്റെ രോഗം മറ്റുള്ളവർക്കൊന്നും പടരാൻ ശ്രമിക്കാതെ, അതിനൊന്നും മുതിരാതെ എല്ലാവരെയും കാത്ത് ഒരു റൂമിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൂടി. എന്നാൽ ചില മനസ്സ് കടുത്ത അടിമകളുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തവർ? മറ്റുള്ള ശരീരത്തേക്ക് തുപ്പി. നിങ്ങൾ കേട്ട വാർത്ത? ഒരു ചങ്ങാതിക്ക് കൊറോണ ഉണ്ടായപ്പോൾ എല്ലാവരുടെ ശരീരത്തേക്കും എന്ത് ചെയ്യുക? തുപ്പി നടക്കുക. എനിക്കുണ്ടായ നിങ്ങൾക്കും ഉണ്ടാവണം. എന്താ അങ്ങനെ വിടാൻ പറ്റും നിങ്ങളെ? അതാണ് മോശപ്പെട്ട അടിമ. അവൻ തെർബിയത്തിൽ പരാജയപ്പെട്ടു. അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത് ആ സന്ദർഭത്തിൽ അവൻ എത്ര ശ്രമിക്കുമെന്ന് പഠിപ്പിക്കാനാണ്. അപ്പൊ 2 തരം അടിമകളെ അള്ളാഹു അങ്ങോട്ട് വേർതിരിക്കലാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ നൽകുന്നത് നമ്മൾ ഏത് അടിമയാണ് നമുക്ക് തന്നെ വ്യക്തമാക്കി തരും. പ്രയാസങ്ങളുടെ അടിമയാണോ, അതല്ല സന്തോഷത്തിൻ്റെ അടിമയാണോ, അതല്ല അള്ളാഹുവിൻ്റെ അടിമയാണോ? അള്ളാഹുവിൻ്റെ അടിമയ്ക്ക് രണ്ടും തുല്യമാണ്. അതാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്ന് പോലൊരു വാക്കുണ്ട്. അത് സന്തോഷം നൽകുന്ന വാക്കാ. സന്തോഷം നൽകുന്ന, നമ്മുടെ മനസ്സിൽ പഠിച്ചു വെക്കേണ്ട, മനഃപ്പാടമാക്കേണ്ട ഒരു വാക്കാണത്. അജബല്ലി അംരിൽ മുഅ്മിൻ, അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതം. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്. വദാലിക ലി അഹദിൻ, അത് മുഅ്മിനിന് മാത്രമാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അത് മുഅ്മിനിന് മാത്രമാണ്. വേറെ ആർക്കും അങ്ങനെ ഒരു മനോനിലല്ലോ, വേറെ ആരുടെയും കാഴ്ചപ്പാട് അങ്ങനെയല്ലട്ടോ. ലോകത്ത് എന്തൊക്കെ സംസ്കാരങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ ഇസങ്ങളുണ്ടെങ്കിലും എൻ്റെ വിശ്വാസി എന്ന ഒരു മുഅ്മിനുണ്ടല്ലോ, എൻ്റെ വിശ്വാസിയായ ഞാൻ കൊടുന്ന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിൻ, അവനെ ആ സ്വഭാവമുള്ളൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ സ്വഭാവം എന്താ? ഇൻ അസ്വാബതുഹു സറാഉ ശകർ, അവന് പ്രയാസമെത്തിയാൽ, സന്തോഷമെത്തിയാൽ അവൻ നന്ദി ചെയ്യും. ഫകാന ഖൈറല്ല, ആ നന്ദി അവന് പിന്നെയും 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 നന്മകളായി ഭവിക്കും. വഇൻ അസ്വാബതുഹു ലറാഉ സബർ, അവന് വല്ല പ്രയാസങ്ങളും എത്തിയാൽ അവന് ക്ഷമിക്കും. ഫകാന ഖൈറല്ലഹു, ആ ക്ഷമയും പിന്നീട് അവന് പിന്നെയും നന്മയായി പിന്നെയും നന്മയായി പിന്നെയും നന്മയായി ഭവിച്ചു കൊണ്ടിരിക്കും. ഇതാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. 2 തരത്തിലുണ്ട് അനുഗ്രഹം, 2 തരത്തിലുണ്ട് പരീക്ഷണം. 2 ലോകത്തുണ്ട് അനുഗ്രഹം, സ്വർഗീയമായ അനുഗ്രഹം, അതുപോലെ തന്നെ ഭൗതികമായ അനുഗ്രഹം, അഭൗതികമായ അനുഗ്രഹം. പ്രയാസം തന്നെ, ഭൗതികമായ പ്രയാസം, അഭൗതികമായ പ്രയാസം. അപ്പോൾ ബുദ്ധിയുള്ളവന് ഇതൊക്കെ അനുഭവിക്കുന്ന, രോഗങ്ങൾ അനുഭവിക്കുന്ന, കുടുംബത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തികമായിരിക്കുന്ന മാന്യം അനുഭവിക്കുന്ന നമ്മൾ പഠിക്കേണ്ടത്, എനിക്ക് അല്ലാഹു ഇതിലൂടെ വലിയൊരു പാഠം നൽകി എന്നുള്ളതാണ്. അടുത്ത പാഠത്തിലേക്ക് കടക്കാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്
وأسألك الجنة وأعوذ بك من النار اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني അല്ലാഹുവിലേക്ക് എന്നെയും നിങ്ങളെയും അടുപ്പിക്കാനാണ് പരീക്ഷണങ്ങൾ. നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുക ഈ വിഷയം. അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് പരീക്ഷണങ്ങൾ ഒരു പാഠമാണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പാഠമാണ് പരീക്ഷണങ്ങൾ. വായിൽ വെള്ളം പറ്റിയിട്ടാണ് പറയാൻ കഴിയാത്തത്. 2-3 ദിവസമായി AC-യിലായതുകൊണ്ട്. അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുന്നുണ്ടോ? അർജൂ ഇലല്ലാഹ് എന്നുള്ളതാണ് മറ്റൊരു പാഠം. അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുന്നുണ്ടോ നോക്കും. അള്ളാഹു ചില സമുദായത്തെ ഭയങ്കരമായി അങ്ങോട്ട് ശിക്ഷിച്ചു. എന്താണ് അവരിൽ നിന്ന് ഉദ്ദേശിച്ചത്? അവർ അള്ളാഹുവിലേക്ക് മടങ്ങുന്നുണ്ടോ എന്നറിയാൻ വലഖദ് അഖദ്നാഹും ബിൽ അദാബ്, അവരെ നമ്മൾ ശിക്ഷ കൊണ്ട് പിടിച്ചു. ഫമസ്തകാനൂ ലിറബ്ബിഹിം വമാ യതളറഊൻ, അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതരായില്ല, അവർ അള്ളാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങിയതുമില്ലെന്ന് ആക്ഷേപിച്ച് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. അപ്പോൾ അദാബ് ഉണ്ടാകുമ്പോൾ 2 കാര്യം ചെയ്താൽ മതി. ഒന്ന് ഇസ്തികാനത്ത് തളറു, അള്ളാഹുവിലേക്ക് വിനയത്തോടു കൂടെ പാവമായിട്ട് അങ്ങോട്ട് ചെല്ലുക, കുറ്റപ്പെടുത്തരുത്. നമ്മൾ പാവമായി അള്ളാഹുവിലേക്ക് മടങ്ങാനാണ് അള്ളാഹു ആ ശിക്ഷ നമുക്ക് നൽകിയത്. എത്ര ആക്ഷേപിച്ച് ഖുർആനിൽ എത്ര സ്ഥലത്ത് ഈ ആയത്തുണ്ടെന്നറിയോ? മുഅ്മിനൂൻ സൂറത്തിൽ 76-ാമത്തെ വചനം, അറാഫിലെ 94-ാമത്തെ വചനം, സജദയിലെ 21-ാമത്തെ വചനം, ഒരുപാട് അൻആമിലെ 43-ാമത്തെ വചനം, ഒരുപാട് ആയത്തിലുണ്ട്. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഉ വലാകിൻ ഖസത് ഖുലൂബുഹും വസയ്യന ലഹുമുശ് ശൈത്വാനു മാ കാനൂ യഅമലൂൻ. മനസ്സിൽ ഇടുക്കം സംഭവിച്ചവർ, പ്രയാസം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് ചെല്ലുമായിരുന്നു അവർക്ക് നല്ലത്. പക്ഷെ അവരുടെ പിശാചുക്കൾ അവർക്ക് ദുർമന്ത്രണം നടത്തി, അവർ അഹങ്കാരം കാട്ടി വാശി പിടിച്ച് അവിടെ ഇരുന്നു. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. വകഅയ്യിൻ മിൻ നബിയ്യിൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ കാണാം വമാ ലഅഫു വമസ്തകാനു, അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവരുടെ ബലഹീനതയെ അറിയിച്ചില്ല, അവർ അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെന്നതുമില്ല എന്ന് ജല്ല ജലാലായ പടച്ച തമ്പുരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വിമർശിച്ച് പറയുന്നുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ തങ്ങൾ പറയാണ്, കേട്ടോളൂ, അഹബ്ബു മാ ഇലൈഹി ഇൻകിസാറു ഖൽബി അബ്ദിഹി ബൈന യദൈഹി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അവൻ്റെ അടിമ അവനിലേക്ക് പാവമായി ചെല്ലൽ, ഹൃദയം പൊട്ടിക്കേണ അപേക്ഷിച്ച് ചെല്ലലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. വതദല്ലുലുഹു ലഹു, ഞാൻ ഒന്നുമല്ല റബ്ബേ എന്നുള്ളൊരു മനോനിലയിൽ കഴിയലാണ് ഇഷ്ടം. വഇൽഹാറു ളുഫിഹി വഫാഖതിഹി വഅജ്സിഹി വഖില്ലതി സബ്രിഹി, അള്ളാഹു എനിക്കൊരു കഴിവുമില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല, എനിക്ക് ക്ഷമയില്ല, നീ എന്ത് തന്നാലും ഞാൻ ക്ഷമിക്കും എന്നല്ല പറഞ്ഞത്, എനിക്ക് ക്ഷമിക്കാനുള്ള കഴിവും ഇല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് ചെല്ലുന്ന അടിമയെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന അടിമയെ പരീക്ഷിക്കുന്നത് എന്തിനാണെന്നറിയോ? ലിയസ്മഅ തളർറുഹു വദുആഹു, ഇങ്ങനെ പിടിച്ച് അള്ളാഹുവിനോട് കേഴാൻ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹുലേക്ക് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എന്തിനാണ് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകിയത്? നമ്മൾ അള്ളാഹുവിൻ്റെ ബാബിൽ ചെന്ന് നിൽക്കാൻ, ആ വാതിൽക്കൽ ചെന്ന് മുട്ടാൻ, അവനിലേക്ക് പരാതി ബോധിപ്പിക്കാൻ. ഒരു സൂഫിയായ പണ്ഡിതൻ ഒരിക്കൽ ഒരാൾ മറ്റൊരാളോട് പരാതി പറയുന്നത് കേട്ടു. അപ്പോൾ ഈ സൂഫിയായ പണ്ഡിതൻ അയാളോട് പറഞ്ഞു, നീ ആരോടായി പരാതി പറയണത്? وَإِذَا أَرَتْكَ بَلِيَّةٌ فَاصْبِرْ لَهَا صَبْرَ الْكَرِيمِ فَإِنَّهُ بِكَ أَعْلَمُ وَإِذَا شَكَوْتَ إِلَى ابْنِ آدَمَ إِنَّمَا تَشْكُو الرَّحِيمَ إِلَى الَّذِي لَا يَرْحَمُ. എത്ര സാരസമ്പൂർണമായ കവിതയാണിത്. അള്ളാഹുവിൽ നിന്ന് പ്രയാസങ്ങളുണ്ടായാൽ, പരീക്ഷണങ്ങളുണ്ടായാൽ, പരിഭവങ്ങളുണ്ടായാൽ, പരിദേവനങ്ങളുണ്ടായാൽ, സമൂഹം നിന്നെ പരീക്ഷിക്കാൻ ശ്രമിച്ചാൽ, പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചാൽ, കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ, പരിഹസിക്കാൻ ശ്രമിച്ചാൽ, നിന്റെ സമ്പത്തിനെ തടഞ്ഞാൽ, നിന്റെ അഭിമാനത്തെ തടഞ്ഞാൽ, നിന്റെ കുടുംബത്തെ തകർക്കാൻ
ചെയ്യാൻ ശ്രമിച്ചാൽ, നിനക്കെതിരെ മരണം ചെയ്താൽ, നിനക്കെതിരെ കേസ് കൊടുത്താൽ, ഫസ്ബിർ സ്വബ്റൽ കരീമി, മാന്യന്മാരുടെ ക്ഷമ നീ ക്ഷമിക്കട്ടോ, പൊറുതികേട് കാട്ടല്ലേ. എന്തുകൊണ്ട്? ഫഇന്നഹു, മുകളിലിരിക്കുന്ന റബ്ബ്, ഫഇന്നഹു, മുകളിലിരിക്കുന്ന റബ്ബ്, ബികഅലീമുൻ, അവൻ നിന്നെക്കുറിച്ച് വല്ലാതെ അറിയുന്നവനാണ്. അവൻ അഅലമാണ്, നിന്നെക്കുറിച്ച് എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് മാന്യമായിട്ട് ക്ഷമിക്കേ, എന്നിട്ട് ദുആ ചെയ്യ്. ഇതാണ് അള്ളാഹു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തെർക്കുൽ ഗഫ്ല, അശ്രദ്ധകൾ ഒഴിവാക്കണം. എത്ര പ്രയാസപ്പെട്ടാലും പിന്നെയും നമ്മുടെ അശ്രദ്ധ നമ്മിൽ തന്നെ നിലനിൽക്കും. അശ്രദ്ധകൾ ഒഴിവാക്കി ഒരു പൂർണ്ണ ബുദ്ധിയുള്ള മനുഷ്യനായി തൻ്റെ ഇടത്തോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ ശ്രമിക്കുക. വൈദാ ശകൗത ഇല ബനി ആദമ ഇന്നമാ തശ്കുർ റഹീമ ഇലല്ലദീ ലാ യർഹമൂൻ. ആ സൂഫി തുടരുകയാണ്. വൈദാ ശകൗത, നീ ഇങ്ങനെ പരാതിപ്പെട്ട് തുറന്നു വെച്ചു കൊടുത്താൽ, ഇല ബനി ആദമ, ആദമിന്റെ പുത്രനിലേക്ക്, മനുഷ്യരിലേക്ക് നിന്റെ പരാതിപ്പെട്ട് നീ തുറന്നു കാണിച്ചാൽ, തശ്കുർ റഹീമ, നീ ആരെയാണ് പരാതി പറയുന്നതെന്നറിയോ? നീ ആരെക്കുറിച്ചാണ് പരാതി പറയുന്നതെന്നറിയോ? ഇലല്ലദീ ലാ യർഹമു, അതും കരുണ ചെയ്യാൻ കഴിയാത്തവനിലേക്ക്. തശ്കുർ റഹീമ, തശ്കുർ റഹീമ, നിനക്ക് ഇത്രകാലം കരുണ ചെയ്തവൻ, നിനക്ക് ഇത്രകാലം റഹ്മത്ത് ചെയ്തവൻ, ഇനിയും നിനക്ക് റഹ്മത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചവൻ, അവനെക്കുറിച്ച് നീ ഒരു റഹ്മത്ത് പോലും അധികാരപ്പെടുത്താത്ത, ഒന്നിനും കഴിയാത്ത, ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത, ഒരു പുല്ല് പോലും പടക്കാൻ കഴിയാത്ത മനുഷ്യനിലേക്കാണോ നീ അള്ളാഹുവിനെ കുറിച്ച് പരാതി പറയുന്നത്? എത്ര വലിയ വാക്കാണിത്! അപ്പോൾ നമുക്ക് പ്രയാസമുണ്ടായത് നമ്മൾ അള്ളാഹുവിലേക്ക് ചെല്ലാനാ? അൽ ഇസ്തിആനതു ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം ചോദിക്കാനാ? അൽ ഇനാബത്തു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാനാ? അത്തൗബത്തു മിനൽ ഖൽബ്, ഹൃദയം കൊണ്ട് ഖേദിച്ച് മടങ്ങാനാ? അതാണ് പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ. പശ്ചാത്തപിക്കുക, ഹൃദയത്തിനുള്ളിൽ ചൂടാവുക. ഒരു വിഷയം തന്നെ ആകെ അങ്ങോട്ട് ടെൻഷനാക്കിയിട്ട് ഹൃദയം ചൂടാകണീനാണ് തൗബ എന്ന് പറയുക. അത് അള്ളാഹുവിനോട് ചെയ്ത നന്ദികേടുകളിൽ നമ്മൾ തൗബ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു പറഞ്ഞില്ലേ, അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ, ആരാടോ, എന്താ ചോദ്യം എന്നറിയാം, ഇടക്കിടക്ക് ചോദിക്കും. ആരാടോ? ലോകത്തെ വിളിച്ചു ചോദിക്കുക. വലിയ വലിയ വമ്പന്മാരുണ്ട് ഇവിടെ. ഞങ്ങളവിടെ മുട്ടിയാൽ മതി, ഞങ്ങളെ സമീപിച്ചാൽ മതി, ഞങ്ങളെല്ലാം ചെയ്തേരെന്ന് പറഞ്ഞ വലിയ വലിയ ആളുകളുണ്ട് ഇവിടെ. ചോദിക്കാണ്, ആരാടോ? അമ്മയുജീബുൽ മുൽതറ ഇദാ ദആ, ആരാടോ കുടുങ്ങിയവനെ സഹായിക്കുന്നവൻ? ഞാനല്ലാതെ ആരുണ്ടടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ച് ചോദിക്കുക. അതുകൊണ്ട് സഹായം ചോദിക്ക്. എങ്ങനെ ചോദിക്കേണ്ടത്? ക്ഷമിക്കുകയും ചെയ്യുക, നിസ്കരിക്കുകയും ചെയ്യുക. ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്, ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടുക. ഇസ്തഈനൂ ബില്ലാഹി വസ്ബിറൂ, അവിടെയും പറഞ്ഞു അള്ളാഹുവിനോട് നിങ്ങൾ സഹായം ചോദിക്കുക, നിങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക. എന്നാൽ അള്ളാഹു ഉത്തരം ചെയ്യും. അതാണ് ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങളെ എൻ്റെ മുന്നിൽ സമീപിക്കുക, എൻ്റെ മുന്നിൽ അറിയിക്കുക, ഞാൻ നിങ്ങളുടെ പ്രയാസങ്ങൾ ഇല്ലാതാക്കി തരും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഞാനും നിങ്ങളും മടങ്ങിച്ചെല്ലാനാണ് അള്ളാഹു നമ്മെ ഇത്രകാലം പരീക്ഷിച്ചതും സുഖം നൽകിയതും. പരീക്ഷണം എന്ന് പറഞ്ഞാൽ രണ്ടും വരും, സുഖവും വരും അസുഖവും വരും, എല്ലാം വരും. രോഗവും വരും, ആരോഗ്യവും അനാരോഗ്യവും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നല്ല സന്തോഷമായിരിക്കും, അതൊരു പരീക്ഷണമാണ്. ആ സമയത്ത് പ്രാർത്ഥിക്കണം. സന്തോഷത്തിൽ ആരാണോ പ്രാർത്ഥന അധികരിപ്പിക്കുന്നവർ അവർക്കാണ് അള്ളാഹു സന്താപത്തിലും ഉത്തരം നൽകുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം, ഒരു വാക്കുണ്ട്, വളരെ അർത്ഥവത്തായ വാക്കാണ്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാമൻ, അള്ളാഹുവിനെ വിളിച്ച് പറയാ, യാമൻ, ഒരുത്തരെ അഹബ്ബു ഇബാദിഹി ഇലൈഹി, അവൻ്റെ അടിമകളിൽ അവന് ഏറ്റവും ഇഷ്ടം മൻ സഅലഹു ഫഅക്സറ സുആലഹു, ചോദിക്കണോലെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവനെ, ചോദിക്കാത്തവരെ എന്നല്ല പറഞ്ഞേ, ചോദിക്കുകയും ചോദ്യം പിന്നെയും പിന്നെയും അധികരിപ്പിക്കുകയും ചെയ്തവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് അള്ളാഹുവിനെ വിളിച്ച് സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു
എന്നിട്ട് പിന്നെയും വിളിക്കുക വയാമൻ ഒരുത്തനെ അബ്ഗളു ഇബാദിഹി ഇലൈഹി മല്ലം യസ്അൽ, ചോദിക്കാത്തവരാണ് ഏറ്റവും വെറുത്തത് അവനിലേക്ക്, അവന് ഏറ്റവും വെറുപ്പ് അവനോട് ചോദിക്കാത്തവരെയാണ്. അങ്ങനത്തവനെ എന്ന് വിളിച്ച് മഹാനായ സുഫിയാൻ സൗരി പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വലൈസ അഹദുൻ കദാലിക ഗൈറുക യാ റബ്ബി, നിന്നെപ്പോലെ ഒരാളും ഉണ്ടാകൂല റബ്ബേ. ഉണ്ടാവോ? ഒന്ന് ചിന്തിച്ചോ കാണി. നമുക്ക് ഏറ്റവും ഇഷ്ടാരെ? നമ്മോട് ചോദിക്കാത്തവർ അല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടം ചോദിക്കണോലെയാണോ? ചോദിക്കാത്തവർ. അതന്നെ പറഞ്ഞത് അല്ലാഹു യഗ്ളബു ഹീന ഇൻ തറക്ത സുആലഹു വബനിയു ആദമ ഹീന യസ്അൽ യഗ്ളബു. അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു, നീ അള്ളാഹുവിനോടുള്ള ചോദ്യത്തെ ഒഴിവാക്കിയാൽ അവൻ ദേഷ്യം വെക്കും. മനുഷ്യൻ ആദമിന്റെ സന്തതികൾ അവരോട് ചോദിച്ചാൽ അവർ ദേഷ്യം വെക്കും. പിന്നെയും ചോദിച്ചാൽ ഒന്നുകൂടെ ദേഷ്യം കൂടും. പിന്നെയും വന്നാലോ ദേഷ്യം ഇരട്ടിക്കും. പിന്നെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കാൻ കഴിയില്ല. പിന്നെ അവനുള്ള വഴിയിലൂടെ നടന്നു പോകില്ല. അവൻ വരുന്നുണ്ടെന്ന് കണ്ടാൽ വാതിൽ കൊട്ടിയടക്കും. ഇതല്ലേ നമ്മളെ സ്വഭാവം. അതാണ് ഞാൻ ഇന്നലെ ഓതിയായത്തിൽ അവനെ പോലെ ആരുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യമായ ഒരാളുമേ ഇല്ല. അവനിലേക്ക് തുലനം ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരാളുമില്ല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനാണ് ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് വളരെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. എൻ്റെ ടെൻഷനും എൻ്റെ ബസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കുന്ന ദുഃഖത്തിനാണ്. അതായത് പിടിച്ചാൽ കിട്ടാത്ത ശരീരത്തിൻ്റെ ശക്തിക്കപ്പുറത്തുള്ള, ശരീരത്തിനെ ക്ഷീണിപ്പിക്കുന്ന തരത്തിലുള്ള ക്ഷീണത്തിനാണ്, ദുഃഖത്തിനാണ് ബസ് എന്ന് പറയാ. അതല്ല, ഞാൻ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്നു. പിന്നെ അദ്ദേഹം മഹാനവർകൾ പറഞ്ഞൊരു വാക്കുണ്ട്, യാ അസഫ അലാ യൂസുഫ, എൻ്റെ യൂസുഫിന് വന്ന കേടേ, എൻ്റെ യൂസുഫിന് വന്ന് ഭവിച്ച പ്രയാസമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ കാരണം അദ്ദേഹത്തിന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്ക് ഇറക്കിക്കൊടുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ വാക്കായിരുന്നു അദ്ദേഹം പറയുക. നമുക്കിറക്കപ്പെട്ട മഹനീയമായ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ഇറക്കി തരുന്ന ഒരു വാക്കുണ്ട്, ഒരു കലിമത്തുണ്ട്. അതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം എല്ലാം അള്ളാഹുവിനുള്ളതാണ്, അവനിലേക്ക് തിരിച്ചു ചെല്ലാനുള്ളവരാണ് എന്നുള്ള ബോധം. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അധികരിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പരാതി പറയാനാണ് പരീക്ഷണം. ഖാല തശ്കൂ ഇലൈഹി മാ ലൈസ യഖ്ഫാ അലൈഹി ഫഖുൽതു റബ്ബി യർലാ ദുല്ലൽ അബീദി ലദൈ. ഒരാളെ അള്ളാഹുവിനോട് പരാതി പറഞ്ഞപ്പോൾ ഒരാൾ തിരിച്ചു ചോദിച്ചു, അള്ളാഹുവിനോട് എന്തിനാ പരാതി പറയേണ്ട ആവശ്യം? അവനെല്ലാം അറിയൂലേ? എല്ലാം അറിയാലോ, പിന്നെ എന്തിനാ പറഞ്ഞത്? അപ്പോൾ ഇയാൾ പറയാ, അറിയാഞ്ഞിട്ടല്ല, റബ്ബി യർലാ, എൻ്റെ റബ്ബിന് വളരെ തൃപ്തിയാണ്, ദുല്ലൽ അബീദി ലദൈ, അവൻ്റെ അടിമ അവൻ്റെ മുമ്പിൽ പോയി നിസ്സാരനാകുന്നത്. അള്ളാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലേ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയാ. ആ നബി പോലും പറഞ്ഞത് അല്ലാഹുമ്മ അഷ്കൂ ഇലൈക ളുഅഫ ഖുവതി വഖില്ലത ഹീലതി. അല്ലാഹുവേ, നിന്നിലേക്ക് ഞാൻ പരാതി പറയുന്നു. ളുഅഫ ഖുവതി, എൻ്റെ ശക്തി വളരെ ബലഹീനമാണ് റബ്ബേ, എനിക്ക് ബലമില്ല റബ്ബേ, ഞാൻ ബലഹീനനാണ് റബ്ബേ. വഖില്ലത ഹീലതി, എനിക്കൊരു തന്ത്രവുമില്ല റബ്ബേ, എനിക്കൊരു ഐഡിയയുമില്ല റബ്ബേ, നിന്നെ കൊണ്ടല്ലാതെ എനിക്കൊന്നിനും കഴിയൂല എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത്. അതാണ് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട നിധി. സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധി നമ്മുടെ കാതിൽ എപ്പോഴും മുഴങ്ങുന്നുണ്ട്. ഈ ലോകത്ത് എല്ലായിടത്തും മുഴങ്ങുന്നുണ്ട്. കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട നിധിയാണ്. അത് വളരെ വലിയ ദൃഢമാണ്. ഒരു മനസ്സിനെ ദൃഢപ്പെടുത്താൻ വളരെ വലിയ ഉപകാരപ്പെട്ട ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലണം. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു ഹിക്മത്തിന്റെ ലോകം തുറന്നു കൊടുത്ത മഹാനായ പ്രവാചകനാണ്.
പല കഥകളുണ്ട് അള്ളാഹും മൂസാ നബിയും തമ്മിൽ. ആ തൂര് സീന പർവ്വതത്തിലുള്ള സീനായ് കുന്നിൻ്റെ അവിടെയുള്ള സംഭവം മാത്രമൊന്നുമല്ല. അള്ളാഹു മൂസാ നബിക്ക് അറിയിച്ചു കൊടുത്ത ഭൂമിയിലെ പ്രയാസങ്ങളുടെയും മറ്റു പല ഹിക്മത്തുകളും പഠിപ്പിച്ചു കൊടുത്ത മഹാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച വ്യക്തികളിലെ മൂന്നാമത്തെ വ്യക്തിയാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്ന് സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുനാ മൂസ. ഈ നബിമാരുടെ കൂട്ടത്തിൽ മൂസാ നബിക്ക് ഒരുപാട് ആത്മീയ ജ്ഞാനങ്ങൾ നൽകി. അതുകൊണ്ടാണ് ഖളിർ അലൈഹിസ്സലാമിനെ കൂടെ നടത്തിയതും പല രഹസ്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതും സ്വർഗത്തെ സംവിധാനിച്ചതിലുള്ള ഹിക്മത്ത് അള്ളാഹു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മിലേക്ക് പറഞ്ഞയച്ചു തന്ന ഹിക്മത്ത്, ഖുർആൻ ഇറക്കിയതിൻ്റെ ഹിക്മത്ത്, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഹിക്മത്ത്, നമുക്ക് നന്മയും തിന്മയും നൽകിയതിൻ്റെ ഹിക്മത്ത്, പിശാചിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതിൻ്റെ ഹിക്മത്ത്, അവനെ കെട്ടിയിട്ടതിൻ്റെ ഹിക്മത്ത്. അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അപാരമാണ്. അതുകൊണ്ട് ദോഷം പൊറുക്കും. ദോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മുടെ പ്ലാവിൽ എത്തിക്കണി കുടുങ്ങിയ അത്ര നല്ല അതിലേറെ പ്രയാസമാണ്. പ്ലാവിൽ എത്തിക്കണി കുടുങ്ങിയാൽ പ്ലാവ് പിന്നെ മരവിച്ച് അങ്ങനെ പോകും. അതങ്ങനെ ക്ഷയിച്ച് പോകും. അതുപോലെ അല്ല, അത് ദുനിയാവിൽ കഴിയും. പക്ഷെ അതുപോലെയല്ല ഹൃദയത്തിൽ പുള്ളി വീണാൽ ദുനിയാവിലല്ല മനുഷ്യരെ നഷ്ടം. പൊരുത്തപ്പെടണം കേട്ടോ, അറിയാതെ സംസാരിച്ചോ. ഹൃദയത്തിൽ പുള്ളി വീണാൽ ദുനിയാവിലല്ല നഷ്ടം, ഉഖൂബാത്ത് എന്ന ആഖിറത്തിലുള്ള ഖതീറത്തും ബാക്കിയത്തുമായ ഗൗരവമേറെ പ്രശ്നമുണ്ട്. അതായത് ദുനൂബ് നമ്മെ പിടിക്കണത് എവിടുന്ന? ദോഷങ്ങൾ നമ്മെ പിടിക്കുക കാര്യമായിട്ട് ദുനിയാവുന്നല്ല, എവിടുന്ന? മരണത്തോടു കൂടെയാണ്. പിന്നെ ദോഷം നമ്മളങ്ങോട്ട് പിടിക്കും. നന്മ നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കൽ എവിടുന്ന? നമ്മുടെ മരണത്തോട് കൂടെയാണ്. അതിന് മുമ്പുണ്ടാവും ദോഷത്തിൻ്റെ പ്രയാസങ്ങളും നന്മ ചെയ്തതിൻ്റെ ഗുണങ്ങളൊക്കെ ദുനിയാവിൽ ശാഖാപരമായിട്ട് കാണും. അതൊന്നും ആരും പിന്നെ അടിസ്ഥാനമാക്കണ്ട. നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്താൽ അതിൻ്റെ ഗുണം ജീവിതത്തിൽ കാണും. അതൊക്കെ ശരിയാണ്, അതല്ല പറഞ്ഞത്. അടിസ്ഥാനപരമായിട്ട് നന്മയും തിന്മയും നമ്മെ പിടിക്കവിടുന്ന ആഖിറത്തുനിന്ന. അപ്പോൾ തിന്മ പിടിക്കുന്നത് ഭയങ്കര ഗൗരവമല്ലേ? തിന്മ നമ്മെ പിടിക്കും. ആ തിന്മ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരീക്ഷണങ്ങൾ എന്ത് ചെയ്യണത്? സ്വീകരിക്കണത്. അപ്പോൾ പരീക്ഷണം സ്വീകരിക്കുമ്പോൾ അതിലൂടെ ആ തിന്മൻ മായുമ്പോൾ ആഖിറത്തിൽ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അവിടുന്ന് നമ്മൾ കഷ്ടപ്പെടരുത്. ഒരു വാക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. ആ വാക്കാണ് ചില ആളുകൾക്ക് പേടി, ചില ആളുകൾക്ക് സന്തോഷം. നരകക്കാർക്ക് പേടിയാണ് ആ വാക്ക്, സ്വർഗക്കാർക്ക് സന്തോഷമാണ് ആ വാക്ക്. ആ വാക്കാണ് ഖുൽദ് എന്നുള്ള വാക്ക്. ഖുർആനിൽ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു ഉപയോഗിക്കും ഖാലിദീന ഫീഹാ. സ്വർഗത്തിൽ സ്വർഗക്കാർ ശാശ്വതരായിരിക്കും, നരകത്തിൽ നരകക്കാർ ചിലർ ശാശ്വതരായിരിക്കും. നരകക്കാർ പറയും റബ്ബേ ഞങ്ങൾക്ക് മരണം വേണം, സ്വർഗക്കാർ പറയും റബ്ബേ ഞങ്ങൾക്ക് മരണം വേണ്ട. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ മരണത്തെ ആട്ടിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്ന് കാണിക്കപ്പെടും. എന്നിട്ട് ചോദിക്കും ഇതിനെ അറക്കട്ടെയോ? അപ്പോൾ നരകക്കാർ പറയും അറക്കണ്ട, മരണം വേണം. സ്വർഗക്കാർ പറയും മരണം വേണ്ട, അറത്തോളൂ, ഞങ്ങൾക്ക് ഇവിടെ കാലാകാലത്ത് ജീവിക്കാനാണ് ആഗ്രഹം. ഈ കാലാകാലത്ത് ജീവിക്കപ്പെടുന്ന സ്വർഗത്തിലെ സന്തോഷം കൊണ്ടാണ് അവർ പറയുന്നത്. നരകത്തിലോ കാലാകാലം ജീവിച്ചാൽ അവനല്ലേ ദൗർഭാഗ്യവാൻ, അവനല്ലേ ശഖിയ്, അവനല്ലേ അള്ളാഹുവിൻ്റെ അടുക്കൽ ശപിക്കപ്പെട്ടവൻ, അവനല്ലേ പരിഹസിക്കപ്പെട്ടവൻ, അവനല്ലേ സ്വർഗത്തിൽ നിന്നുള്ള മുഅ്മിനീങ്ങൾ നരകത്തിലേക്ക് നോക്കി അവനെ പരിഹസിക്കുക. നമ്മുടെ കൂടെ നടന്നവനാണത്രേ. കണ്ടോ, നരകത്തിൽ ഇപ്പോൾ അടിയും തൊഴിയും പാമ്പിൻ്റെയും തേളിൻ്റെയും കോവർ കഴുതയുടെ വലുപ്പത്തിലുള്ള മഴ മേഘങ്ങളിൽ ഇറങ്ങി വരുന്ന തേളുകളും പാമ്പുകളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ കടിയൊക്കെ കണ്ട് സഹിച്ചുകൊണ്ട് കഴിയല്ലേ പാവമെന്ന് കളിയാക്കും. എത്ര അസൂയകരത്. നമ്മളിങ്ങനെ ലൈവായിട്ട് നമ്മുടെ സുഹൃത്ത് നല്ലൊരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ചു. നമ്മൾ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. നമുക്കാകട്ടെ ആർക്കും വേണ്ടാത്തൊന്ന് ലഭിച്ചു. അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു സുന്ദരനായ പുരുഷനെ കല്യാണം കഴിച്ചു. അവളുടെ സുഹൃത്ത് അവനെ കിട്ടാൻ വേണ്ടി പരമാവധി അധ്വാനിച്ചു, പക്ഷെ കിട്ടിയില്ല. ഒരു ജോലിയും ഇല്ലാത്ത ഒന്നിനും കഴിയാത്ത ഒരാളെ കിട്ടി. അവർ രണ്ടാൾ കണ്ടുമുട്ടുന്നൊരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. കോളേജിലൊപ്പം പഠിച്ചവരാണ് ഈ രണ്ടാണുങ്ങളും രണ്ട് പെണ്ണുങ്ങളും. അവർ ഒരു കാലത്ത് കോളേജിലേക്ക് വരികയാണ്, രക്ഷിതാക്കളൊക്കെ ആയിട്ട് വരികയായിരുന്നു. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ കണ്ടുമുട്ടുകയാണ്. ആ കണ്ടുമുട്ടുന്ന അവസ്ഥയിലുള്ള അപ്പോൾ ചിരിച്ച് സലാമൊക്കെ പറഞ്ഞ് പോയി. പിന്നെ വീട്ടിൽ ചെന്നിട്ടൊരു ആലോചന ഉണ്ടാവും. എത്ര വിഷമായിരിക്കും അത്.
ഇതൊന്നും ഒരു വിഷമമല്ല. സ്വർഗത്തിലൊരു വിഷമം, നരകത്തിലൊരു വിഷമം വരാനുണ്ട്. സ്വർഗത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ടവരെ മറ്റുള്ളവരുടെ കൂടെ സന്തോഷത്തോടെ കൂടെ ആറാടുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ വരാനുണ്ട്, വല്ലാത്തൊരു പ്രയാസം വരാനുണ്ട്, വല്ലാത്തൊരു അസൂയ വരാനുണ്ട്. അവിടെ നമുക്ക് അസൂയപ്പെടണോ അതോ അവിടെ നമുക്ക് രക്ഷപ്പെടണോ? അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും നമുക്ക് അള്ളാഹു തന്നത് നരകമെന്നുള്ള അസൂയയുടെ വീട്ടിൽ നിന്ന്, നരകമെന്നുള്ള നിസാരതയുടെ വീട്ടിൽ നിന്ന്, നരകമെന്നുള്ള പരാജയത്തിന്റെ ഭവനത്തിൽ നിന്ന്, നരകമെന്നുള്ള നരഭോജികളായ ജീവികളുടെ വീട്ടിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താനാണ്. അപ്പൊ കുറച്ചൊക്കെ സഹിച്ചളി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലിക്കോളി, ദുആ ചെയ്തോളി. ദുആ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ദുആ ചെയ്തോളി. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. കേട്ടോളൂ, ചെറിയ 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 പ്രയാസം ഉണ്ടായാൽ പോലും അള്ളാഹു എന്ത് ചെയ്യും? മഗ്ഫിറത്ത്, ദോഷങ്ങൾ പൊറുക്കും. അതെത്ര വലിയ സന്തോഷമാണ്. അതാണ് ഞങ്ങളുടെ സംസ്കാരം എന്ന് നമ്മൾ എപ്പോഴും പറയണത്. അതാണ് ഞങ്ങളുടെ സംസ്കാരം. ഇപ്പോൾ യുക്തിവാദിക്ക് എന്ത് പറയാനുണ്ട്? ഉരുൾപൊട്ടിയടത്ത് യുക്തിവാദി പോയാൽ, ഇപ്പോൾ കവളപ്പാറ, എൻ്റെ കുടുംബത്തിൽ നിന്ന് 3-4 ആൾ മരിച്ചു. എൻ്റെ ഭാര്യയുടെ മുത്താപ്പാൻ്റെ മകള്, അവരെ മകള്, ഭർത്താവ്, അങ്ങനെ 4 ആൾക്കാരായിട്ട് മരിച്ചു. നമുക്കവിടെ പോയി പറയാനുണ്ട് എന്ത്? അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരട്ടെ. അവിടെ വന്ന അന്ന് ഫോട്ടോ എടുക്കാൻ വന്ന യുക്തിവാദി, ആ കൂട്ടത്തിലൊരു യുക്തിവാദി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസമല്ലാത്ത ഏതെങ്കിലും ഒരു വിശ്വാസമല്ലോ എന്തെങ്കിലും പറയാം. പക്ഷെ ഈ പരലോകത്ത് വിശ്വാസമല്ലാത്ത ഒരാൾ അവിടെ വന്നാൽ ഓൻ എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? പോയവർ പോയി, ഇതിൻ്റെ അപ്പുറത്ത് എന്ത് പറയാനുണ്ട്? എന്ത് സമാധാനം കൊടുക്കാനുണ്ട്? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഹിമ്മത്ത് കിട്ടിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ എത്ര ബോംബിട്ടിട്ടും തകരാതെ നിന്നത്. പഠിക്കാണ് യൂറോപ്പ്. എന്തുകൊണ്ടാണ് ഫലസ്തീനിലെ മക്കൾക്ക് ഈ ഹിമ്മത്ത്, ഈ കരുത്ത്? അവരിങ്ങനെ മറിഞ്ഞ് ചാടി നടക്കുക. നിങ്ങൾ കണ്ടോ? ബോംബ് പൊട്ടിയ സന്ദർഭത്തിൽ വരെ മറിഞ്ഞ് അഭ്യാസം കാട്ടി ഇങ്ങനെ ചിരിച്ച് ഞങ്ങൾക്ക് പേടില്ല എന്നും പറഞ്ഞ് നടക്കുക. ചിലരൊക്കെ പേടിക്കും. അത് അത്രയും ഭീകരമായ യുദ്ധമല്ലേ, പേടിക്കാതിരിക്കോ? ആ ഹിമ്മത്ത് എവിടുന്ന് കിട്ടി? ആ ഹിമ്മത്ത് ഇവിടുന്ന് കിട്ടി. ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങളുടെ ആഖിറത്തിൽ ഞങ്ങൾക്ക് സന്തോഷമാണെന്നുള്ള ഞങ്ങളെ പഠിപ്പിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസ്കാരം. മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദം വലാ ഗമ്മിൻ ഹത്ത ശൗകതു യുശാകുഹാ. കാലിൽ തറക്കുന്നൊരു മുള്ളിന് പോലും ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ. അവൻ എന്നോട് ചെയ്ത നന്ദികേടുകൾ, അവൻ എന്നോട് ചെയ്ത ഗുരുത്തക്കേടുകൾ, അവൻ എന്നോട് ചെയ്ത തിന്മകൾ, ദോഷങ്ങൾ, മാറുകാട്ടലുകൾ എല്ലാം ഞാൻ പുറത്തു കൊടുക്കുമെന്നല്ലാ. ഹമ്മ് എന്ന് പറഞ്ഞാൽ എന്താ? വരാൻ പോകുന്ന ടെൻഷനാണ്. വരാൻ പോകുന്ന ടെൻഷനാണ് ഹമ്മ് എന്ന് പറയാം. ഹുസ്ന് എന്ന് പറഞ്ഞാലും ടെൻഷനാണ്. അതാ ഗം. ഇതൊക്കെ പരസ്പരം ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അത് വിശദീകരിക്കാൻ ടൈമില്ല. എന്നാൽ നസബ് എന്ന് പറയുന്നത് ക്ഷീണാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോയപ്പോൾ നിങ്ങൾക്കൊരു ക്ഷീണം ഉണ്ടാവൂലേ? ഇത് AC അല്ലേ? അപ്പോൾ പുറത്ത് ചൂടല്ലേ? നിങ്ങൾക്ക് എന്തോ ഒരു ക്ഷീണമല്ലേ? അതിനാണ് നസബ് എന്ന് പറയാൻ. അതിന് വരെ ദോഷം പുറത്ത് തരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കരുണക്കടലായ റബ്ബിനെ സ്വീകരിച്ച് അവനെ വിശ്വസിച്ച് അവനെ ഇബാദത്ത് ചെയ്യുന്നതിലേറെ ആത്മവിശ്വാസവും സമാധാനവും ലഭിക്കുന്ന ഏത് പ്രത്യയശാസ്ത്രമാണ് ഈ ലോകത്തുള്ളത്? ഗമ്മിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ ഹമ്മിൻ വലാ വസബിൻ. വസബ് എന്ന് പറഞ്ഞാൽ രോഗം. ഏത് രോഗത്തിനും പരിഹാരം. അപ്പോൾ എന്ത് നമ്മൾ തിന്മ ചെയ്താൽ അതിൻ്റെ അടുത്ത തിന്മ കൂട്ടണം എന്നല്ല. എന്ത് തിന്മ ചെയ്താലും അതൊക്കെ പൊറുക്കാനുള്ള പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ സത്യത്തിൽ അള്ളാഹു ഒരു ഡോക്ടർ പണി ചെയ്യുക. അങ്ങനെ ഉണ്ടല്ലോ, ഡോക്ടർ ചിലപ്പോൾ സൂചി അടിക്കും. ചെറിയ കുട്ടികൾക്ക് എന്തിനാണ് ഈ സൂചി അടിക്കണമെന്ന് അറിയില്ല. അപ്പോൾ അവർ കരയും. അറിയണവർക്ക് അറിയോ? ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ആ വേദന ഒന്നിങ്ങനെ ഒന്ന് സഹിച്ച് പിടിക്കും, പിന്നെ ചിരിക്കും. ഉണ്ട്. എൻ്റെ മകനോട് ഞാൻ ഈ അടുത്ത് ഒരുപാട് പനിയൊക്കെ ഉണ്ടായി, ന്യൂമോണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എപ്പോഴും കൊണ്ടുപോകാൻ അത് ശീലമായി. ഈ അടുത്ത് എന്തിനോ ഓനെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ കുത്തിയെടുക്കണം. അപ്പോൾ 2 ആളപ്പുറത്ത് പോയി പിടിക്കാൻ വേണ്ടി വന്നിക്കണം നേഴ്സന്മാർ. എനിക്കറിയില്ല എന്തിനാ അവർ വന്നിക്കണം. അപ്പോൾ കുട്ടികൾ അവിടെ സാധാരണ എന്ത് കളിക്കലുണ്ട്? സൂചി കുത്തുന്ന സമയത്ത് മനസ്സിലായോ? ഡാൻസ് കളിക്കലുണ്ട്. പൊറുതിയടോണ്ടേ ഇപ്പം ഇങ്ങനെ ഇരുന്നിട്ട് ചിരിച്ചിങ്ങനെ കൊടുത്തിക്കണം. അപ്പോൾ ഡോക്ടറിനോട് പറയാം, ചിരിച്ചിട്ട് ആരും എന്താകല്ല ഇവിടെ വരലില്ല. ആ മൂക്ക് കൂടി കയറ്റിയതാണ്. മൂക്ക് കൂടി പൈപ്പ് കയറ്റുമല്ലോ ന്യൂമോണിയ പരിശോധിക്കാൻ വേണ്ടി. മൂക്ക് കൂടി പൈപ്പ് കയറ്റുമ്പോൾ ഈ ചങ്ങാതി ചിരിച്ച് ഇരുന്ന് കൊടുക്കുക. അതാണ് ഹിമ്മത്ത്.
അത് വേണം നമുക്ക്. അത് മൂക്ക് കൂടി പൈപ്പ് പറ്റുമ്പോൾ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, ലോകത്തുള്ള പരീക്ഷണങ്ങളിൽ വേണം. അതാണ് ഹിമ്മത്ത്. ആ ഒരു ഹിമ്മത്തിലേക്ക് നമ്മളെത്തണം. അല്ലെങ്കിൽ ബലാ എത്തുന്നത് എങ്ങനെ അറിയോ? നമ്മൾ തിന്മ ചെയ്യുമ്പോഴാണ്. ബലാ ഇബ്തിലാ രണ്ടാണ്. ബലാ ഇബ്തിലാ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ നസല ബലാഉൻ ഇല്ലാ ബിദംബിൻ വലാ റുഫിയ ഇല്ലാ ബിതൗബത്തിൻ. പരീക്ഷണ ദോഷം ഉണ്ടാവുമ്പോഴേ ബലാ ഉണ്ടാവുള്ളൂ. തൗബ ചെയ്താലേ അതിന് ഉയർത്തപ്പെടുകയും ഉള്ളൂ. ബലാ എന്ന് പറഞ്ഞാൽ തിന്മയിലൂടെ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾക്കാണ് ബലാ. അത് തരം അദാബായി മാറും. എന്നാൽ ഇബ്തിലാ എന്ന് പറഞ്ഞാൽ അത് ഇഖ്തിബാറാണ്. അത് അള്ളാഹു ഒരാളെ ഈമാൻ കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും? കൂട്ടി കൊടുക്കും. അശദ്ദുന്നാസി ഇബ്തിലാഅൻ അശദ്ദുഹും ഈമാനൻ അക്സറുഹും ഈമാനൻ. ഏറ്റവും ഈമാനുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളും വരിക. ഈമാൻ കൂടിയാൽ പരീക്ഷണം കൂടും, ഈമാൻ കുറഞ്ഞാൽ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കുറയും. അത് അവൻ്റെ അഭിമാനമല്ല, അള്ളാഹു ചൂണ്ടിട്ടൊടുക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങണം. ഒരു മാഹിറായ അഗ്രഗണ്യനായ ഡോക്ടർ തൻ്റെ ചികിത്സാരികളെ എങ്ങനെ കുഴിയുന്നുണ്ടോ, എങ്ങനെയൊക്കെ ചികിത്സ നടത്തുന്നുണ്ടോ എന്നതുപോലെ തോന്നും അള്ളാഹുവിൻ്റെ ചില പരീക്ഷണങ്ങളൊക്കെ കണ്ടാൽ. ചിലതൊക്കെ നമുക്ക് നന്മയായിട്ട് തോന്നും പല കാര്യവും, പിന്നെയാണ് അത് തിന്മയായി ഭവിക്കുക. ചിലത് നമുക്ക് തിന്മയായി തോന്നും, പിന്നെയാണ് അത് നന്മയായിട്ട് ഭവിക്കുക. അതിൻ്റെ ഹിക്മത്ത് നമുക്കറിയില്ല. അതൊക്കെ അള്ളാഹു ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. കുടുംബ ജീവിതത്തിൽ ഭാര്യയിൽ നിന്ന് പ്രയാസങ്ങൾ ഉണ്ടാകും. വഅസാ അൻ തുഹിബ്ബുഹുന്ന ശൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾ അവരിൽ നിന്ന് പല കാര്യത്തെയും ഇഷ്ടപ്പെടും, പക്ഷെ അത് നിങ്ങൾക്ക് തിന്മയായിരിക്കും. പലതും നമ്മൾ എന്ത് ചെയ്യും? വെറുക്കും. അത് നമുക്ക് ഖൈറായി ഭവിക്കും. അവരിൽ നിന്ന് നിങ്ങൾ വെറുക്കുന്ന പല കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയജഅലുല്ലാഹു ഫീഹിന്ന ഖൈറൻ കസീറാ. അല്ലാഹു അതിൽ ധാരാളം നന്മകൾ നമുക്ക് ഏറ്റി തന്നിട്ടുണ്ടാവും. ഒരു പെണ്ണിൻ്റെ ദുസ്വഭാവം ഉണ്ടായിരുന്നു. അത് നമുക്ക് വളരെ വിഷമായി. നമ്മൾക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കും, റബ്ബേ ഇതൊന്ന് നന്നായി കിട്ടിയെങ്കിൽ. ഒരു ഭർത്താവിന് ദുസ്വഭാവമുണ്ട്, അപ്പോൾ ഈ പെണ്ണ് ചിന്തിക്കും, റബ്ബേ ഇതൊന്ന് നന്നായി കിട്ടിയെങ്കിൽ. പല കാര്യത്തിലും ദുസ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ആ വിഷയത്തിൽ ആയത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവളിൽ നിന്ന് സ്വാലിഹായ സന്താനങ്ങളെ നിങ്ങൾക്ക് നൽകും. അള്ളാഹു അവൾ കാരണം വേറെ എന്തോ മുസീബത്ത് നിങ്ങൾക്ക് തടയപ്പെടും. അള്ളാഹു അവളിലൂടെ എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് തരും. ആരോടും മിണ്ടാതെ റൂമിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് ഒരു പെണ്ണിനെ തൊലാക്ക് ചൊല്ലി പറഞ്ഞയച്ചൊരു കുടുംബത്തെ എനിക്കറിയാം. കുടുംബത്തിലെ പെട്ട പല ആളുകളും വന്നപ്പോൾ അവൾ പുറത്തിറങ്ങിയില്ല. അതിൽ അന്യപുരുഷന്മാരുണ്ടായതുകൊണ്ടേന്ന് പോയി. അവൾ ഒന്നിനും പറ്റൂല, സംസാരിക്കാൻ കൊള്ളില്ല, ആളുകളോട് പെരുമാറാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്തു? ഒഴിവാക്കി വിട്ടു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അവളിൽ അത് ഹൈറാണ്. ഒരു വായാടിയാണ് ആ കുടുംബത്തിൽ കിട്ടിക്കണമെങ്കിലോ പിന്നെ വരുന്നവർക്കൊക്കെ അവിടെ സ്വാഗതമല്ലേ. അപ്പോൾ അള്ളാഹു അവിടെ വെച്ച ഹിക്മത്ത് ഇവർ പഠിച്ചില്ല. അതുകൊണ്ടാണ് പഠിച്ചത്. നമ്മൾ അറിവ് പഠിക്കണമെന്ന്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നത് നമുക്കറിയണം. ഞാൻ നിങ്ങൾക്കൊരു അത്ഭുതം പറഞ്ഞു തരട്ടെ. ഒരാളുടെ ആത്മവിശ്വാസം, ആ ആളാരെ നിങ്ങൾക്കറിയോ? നിങ്ങൾക്കൊരു പാട്ടറിയാലോ? ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അമ്മവിയ ഭരണാധികാരികളിലെ ശ്രേഷ്ഠനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ഒരുപാട് ചരിത്രം അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയാം. അത്രയും അള്ളാഹുവിനെ പേടിച്ച മഹാൻ, അത്രയും അള്ളാഹുവിനെ പേടിച്ച മഹാനാണ് അദ്ദേഹം. മകനോടൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ട്, കരഞ്ഞു പോകും നമ്മൾ. അത്രയും അവർ തമ്മിലുള്ള ഈ മാനികമായിരിക്കുന്ന തെർബിയത്ത് അവിടെ നടന്നിട്ടുണ്ട്. അദ്ദേഹം ഖുർആൻ ഓതാൻ പറയും, പേടിക്കേണ്ട ആയത്തുകൾ വരുമ്പോൾ കരയും, എന്നിട്ട് വീഴും, ബോധം കെട്ടുകയും പേടിച്ചു വീഴും. അതാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ആർക്കതൊക്കെ പറയാൻ കഴിയുക? ആർക്കാണ് ഹിമ്മത്ത്? ആർക്കാണത് പറയാൻ കഴിയുക? എന്താ പറഞ്ഞതെന്നറിയോ? മരണവേദന എനിക്ക് ലഘൂകരിക്കണമെന്ന് ഞാൻ ആശിക്കുന്നില്ല. മരണവേദന എനിക്ക് ലഘൂകരിക്കണമെന്ന് ഞാൻ കൊതിക്കണില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കണ എന്താ? അല്ലാഹുവേ ഹവ്വിൻ അലൈനാ സക്കറാത്തിൽ മൗത്ത്, ആ വെപ്രാളത്തിൽ നീ ഞങ്ങൾക്ക് സമാധാനം തരണേ, ലഘൂകരിക്കണേ എന്നല്ലേ പറയുന്നത്. അദ്ദേഹം അത് പ്രാർത്ഥിച്ചിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം.
അദ്ദേഹത്തിന് അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പേടി എന്താണെന്നറിയോ? ഞാൻ ചെയ്ത തെറ്റി കാരണം ആഖിറത്തിൽ എന്നെ അള്ളാഹ് പിടിക്കരുത്, അതുകൊണ്ട് മരണവേദന കൂടിയിട്ടാണെങ്കിലും വേണ്ടില്ല, അള്ളാഹു ആ ദോഷം കണ്ട് പുറത്ത് തന്നാൽ മതി. ഇതാണ് യഥാർത്ഥ അടിമ. ഈ പാഠം പറയാനാണ് ഞാൻ വന്നത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. യഥാർത്ഥ അടിമകൾക്ക് അള്ളാഹു എത്ര പ്രയാസം നൽകിയാലും അവർക്ക് അവരുടെ ദോഷം പുറത്ത് കിട്ടിയാൽ മതി. അപ്പോഴല്ലേ സന്തോഷത്തോടുകൂടെ അള്ളാഹുവിനെ കാണാൻ പറ്റൂ. ഇന്നകും സതറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദ്രി. പൗർണമി രാവിൽ നിങ്ങൾ ചന്ദ്രനെ നോക്കുന്നത് പോലെ, അതുപോലെ എന്ന് പറഞ്ഞാൽ ആ രൂപം എന്നല്ല അർത്ഥം. നിങ്ങൾക്ക് വ്യക്തമായും നിങ്ങളുടെ കണ്ണിന് മറയില്ലാതെ നിങ്ങളുടെ രക്ഷിതാവിനെ കാണാനുള്ള ഒരു കഴിവ് അള്ളാഹു നിങ്ങൾ ആഖിറത്തിൽ നൽകുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പാഠം കൂടെ പറയാം. യുഹസ്സിലുൽ അജ്റ വസ്സവാബ. പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് കൂലി വർദ്ധിപ്പിച്ചു തരും. കൂലിങ്ങനെ വർദ്ധിപ്പിച്ചു തരും. മാ മിൻ മുസ്ലിമിൻ യുശാഖു ശൗഖത്തുൻ ഫമാ ഫൗഖഹ. ഒരു മുള്ളോ അതിനപ്പുറം എന്ത് തറച്ചാലും ഇനി അതിന് താഴെ എന്തുണ്ടായാലും ഇല്ലാ കുതിബത്ത് ലഹു ബിഹാ ദറജത്തുൻ. ഒരു പദവി ഉയർത്തും. ഒരു പ്രയാസം ഉണ്ടായ ഒരു പദവി. അപ്പോൾ ആടിനൊക്കെ മേക്കാൻ പോകുന്ന ആളുകൾക്ക് എത്ര മുള്ളുത്തും? അതിനൊക്കെ അള്ളാഹ് അവിടെ എഴുതി വെക്കുന്നുണ്ട്. അതിനൊക്കെ അള്ളാഹ് പദവി കൊടുക്കുന്നുണ്ട്. വമുഹിയതൻഹു ബിഹാ ഖതീഅത്തുൻ. അത് കാരണം ഒരു ദോഷം ഇറക്കി വെക്കുകയും ചെയ്യും. അപ്പോൾ അള്ളാഹിൻ്റെ അടുക്കൽ കൃത്യമായ ലിസ്റ്റ് ഉണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഓരോ സെക്കൻഡിലും കൃത്യമായ രേഖയുണ്ട്. അത് നമുക്ക് നന്മയും കൊണ്ടുവരും, തിന്മയും കൊണ്ടുവരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മരങ്ങൾ ഇല പൊഴിക്കും പോലെ നമ്മുടെ പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ നമുക്ക് ദോഷങ്ങളെ പൊഴിച്ചു തരുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു പാഠം പറയാം. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കിട്ടും, പദവികൾ പിന്നെയും കിട്ടും. ഇവിടെ ക്യാൻസറായി, ട്യൂമറായി, ബ്രെയിൻ ട്യൂമറായി, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങളായി, മറ്റ് അസുഖങ്ങളുണ്ടോ ചികിത്സിച്ചാൽ മാറാത്തതും മാറുന്നതുമായി കഷ്ടപ്പെടുന്ന എത്രയെത്ര രോഗികൾ. അള്ളാഹു അവരെ സഹായിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു അടിപൊളി ഹദീസ് പറഞ്ഞു തരട്ടെ. ലയവദ്ദന്ന അഹ്ലുൽ ആഫിയ. ആരോഗ്യത്തോടെ മരിച്ചവർ അവർ ആഖിറത്തിൽ വെച്ച് കൊതിക്കും. അന്ന ജുലൂദഹും കുരിലത് ബിൽ മഖാരിലി മിമ്മാ യറൗന മിൻ സവാബി അഹ്ലിൽ ബലാ. പരീക്ഷണത്തിലകപ്പെട്ട് പ്രയാസത്തിലകപ്പെട്ട് മരിച്ചവർക്ക് ആഖിറത്തിൽ അള്ളാഹു കൊടുക്കുന്ന സൗന്ദര്യങ്ങളെയും സംഭാവനകളെയും അള്ളാഹു അവർക്ക് നൽകുന്ന പ്രതിഫലങ്ങളെയും അള്ളാഹു അവർക്ക് നൽകുന്ന കൊട്ടാരങ്ങളും അവർ വിരചിക്കുന്ന സ്വർഗീയ സോപാനങ്ങളും കാണുമ്പോൾ സന്തോഷത്തോടുകൂടെ ഈമാനിൽ മരണപ്പെട്ടു പോയവർ തന്നെ സന്തോഷത്തോടുകൂടെ മരിച്ചവർ കൊതിക്കും. അള്ളാഹുവേ, ദുനിയാവിൽ ഇന്ന എങ്ങനെ കത്രിക കൊണ്ടിങ്ങനെ മുറിച്ച് ഇഞ്ചിഞ്ചായി എന്നാരും കൊന്നില്ലല്ലോ. അങ്ങനെ എനിക്ക് കൊന്ന് ഷഹാദത്ത് കിട്ടായിരുന്നെങ്കിൽ അതായിരുന്നു എനിക്ക് ഇങ്ങനെയുള്ള സൗകര്യത്തെക്കാൾ ഉത്തമം എന്ന് അവൻ്റെ സ്വർഗം കണ്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ പറയുന്നു. കൊതിച്ചു പോകുമെന്ന് ഞാൻ പറയല്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, നിനക്ക് സ്വർഗത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? അപ്പൊ പറഞ്ഞു ഹലീറത്തുൽ ഖുദ്സാണ്. ഹലീറത്തുൽ ഖുദ്സ്, ഞാനത് വിശദീകരിക്കണില്ല. ഹലീറത്തുൽ ഖുദ്സ് അവിടെ ആരാന്നുള്ളത്, അവിടെ പ്രയാസങ്ങളിൽ അനുഭവിച്ച ആളുകളുടെ സ്വർഗമാണത്. അവർക്ക് ഞാൻ പ്രയാസം കൊടുത്താൽ അവരെന്ത് ചെയ്യും? ക്ഷമിക്കും. സന്തോഷം കൊടുത്താൽ അവർ നന്ദി ചെയ്യും. അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ആശയത്തിൽ ജീവിക്കുന്നവരാണ്. അവരാണ് ഹലീറത്തുൽ ഖുദ്സിലുള്ളത്. അള്ളാഹു ആ സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി ലഭിക്കും. അതാണ് സ്വർഗത്തെക്കാളും വലുത്. അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി ലഭിക്കും. അതാണ് സ്വർഗത്തെക്കാളും വലുത്. മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ഒരാൾ വന്നിട്ട് ഒരാൾ ദുആ ചെയ്യാണ്, അള്ളാഹുവേ, നീ എന്നെ തൃപ്തിപ്പെടണം കേട്ടോ. വലിയ ദുആണല്ലോ, നല്ല ദുആണ്. അള്ളാഹുവേ, നീ എന്നെ തൃപ്തിപ്പെടണം. അപ്പോൾ ഇതാര് കേട്ടു? ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു കേട്ടു. അദ്ദേഹം പറഞ്ഞു, നീ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടാൽ അള്ളാഹു നിന്നെയും തൃപ്തിപ്പെടും. അപ്പോൾ അയാൾ ചോദിച്ചു, എങ്ങനെയാണ് ഞാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുക? അപ്പോൾ പറഞ്ഞു, എന്താ വാക്കറിയോ? ഇദാ സുരിർത ബിന്നിഖ്മ സുറൂറക ബിന്നിഅമ ഫഖദ് റളീത അനില്ലാഹ് വസൗഫ യർളല്ലാഹു അൻക.
സന്താപങ്ങൾ ഉണ്ടാകുമ്പോൾ, നിനക്ക് സുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നീ എത്രയാണോ സന്തോഷിച്ചത്, അത്ര നീ സന്താപങ്ങൾ ഉണ്ടാകുമ്പോഴും സന്തോഷിച്ചാൽ. കാരണം രണ്ടും നൽകിയതാരാ? അല്ലാഹ്. സുഖങ്ങൾ ഉണ്ടായപ്പോൾ എത്രയാണോ നീ സന്തോഷിച്ചത്, എങ്ങനെയാണോ നീ നിന്റെ മുഖത്തതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചത്, ആ സന്തോഷം നിനക്ക് സന്താപം പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവർ നിന്നെ ഇകഴ്ത്തിയപ്പോൾ, മറ്റുള്ളവർ നിന്നെ പാർട്ടിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോൾ, വീട്ടിൽ നിന്ന് അകറ്റിയപ്പോൾ, പള്ളിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ, നിന്റെ കാരണത്താൽ അല്ലാതെ നീതിപരമായി നിന്നിൽ ഒരു കുറ്റവും ഇല്ലാതെ അവരൊക്കെ നിന്നെ ആട്ടിയോടിച്ചപ്പോഴും നീ സന്തോഷിക്കുകയാണെങ്കിൽ നീ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു. അപ്പോൾ അള്ളാഹു നിന്നെയും തൃപ്തിപ്പെടുമെന്ന് മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന വിജ്ഞാനങ്ങൾ അവനെ മനസ്സിലാക്കാനാണ്. അവൻ്റെ ഹിക്മത്തുകൾ അറിയില്ലെങ്കിലും അവനിൽ നിന്നുള്ള തൃപ്തി നമ്മൾ വാങ്ങണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഏത് സമുദായത്തെയാണോ ഇഷ്ടപ്പെട്ടത് അവരെയാണ് അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുക. അപ്പം നിങ്ങളൊന്ന് അളഞ്ഞു നോക്കി, ആധുനിക സമകാലിക സംഭവങ്ങളും ഓരോ രാജ്യത്തുള്ള പ്രയാസങ്ങളൊന്നും ഒന്ന് നോക്കി, ആരെയാണ് അള്ളാഹു കൂടുതൽ പരീക്ഷിക്കുന്നത് എന്ന് ബുദ്ധിയുള്ളവർക്ക് ഹിദായത്തിനുള്ള അവസരമാണ് ഇന്ന് ഇസ്ലാമിക്ക് വരുന്നവർക്ക് ഇസ്ലാമിക്ക് വരാം. അതിന് പറ്റിയ അവസരങ്ങളാണ് ഇന്നത്തെ ഓരോ സംഭവ വികാസങ്ങളും, ഓരോ വാർത്തകളും, ഓരോ നിയമങ്ങളും, ഓരോ നിയമവ്യവസ്ഥകളും നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് ഹിദായത്തുള്ളവന് ഹിദായത്ത് ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത് അറിയോ? അവരുടെ ഹിമ്മത്ത് അത് നമുക്ക് വേണം, അവർ പഠിച്ച പാഠം അത് നമുക്ക് വേണം. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കയിൽ വന്നു. എല്ലാ ആളുകളും സഅദ് റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബി അല്ലേ, സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നിട്ട്, സഅദേ ഞങ്ങൾക്കൊന്ന് ദുആ ചെയ്യണം കേട്ടോ. നമ്മൾ പറയാലോ, ഒരു മുതിർന്ന ആൾ അടുത്ത് പോയാൽ ഞങ്ങളെ ബിസിനസ് ശരിയാകണം, കല്യാണം ശരിയാകണം, വീടുണ്ടാക്കണം ഇങ്ങനെ പറയില്ലേ. എന്നതുപോലെ പാവപ്പെട്ട ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറയണം. അദ്ദേഹം ദുആ ചെയ്യും. മുജാബത്തായ ആളാണ്. ചോദ്യം സ്വീകരിക്കപ്പെടുന്ന, ഉത്തരം ലഭിക്കപ്പെടുന്ന മഹാന്മാരായ സ്വഹാബികളിൽപ്പെട്ട ആളല്ലേ. അങ്ങനെയൊക്കെ പറഞ്ഞു, എല്ലാവർക്കും ദുആ ചെയ്തു. കൂട്ടത്തിൽ അബ്ദുള്ള എന്ന ആൾ ചോദിച്ചു, ഒന്നുകിൽ സഹാബി അല്ലെങ്കിൽ താബി. അദ്ദേഹം ചോദിച്ചു, അല്ല സയ്യിദേ, നിങ്ങളെ കാര്യം ഒന്ന് പറഞ്ഞൂടെ? പറയുന്നതിന് എതിരല്ല, പറയാതിരിക്കൽ ചില ആളുകൾക്ക് ഹിക്മത്തുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളെ കാര്യം ഒന്ന് പറഞ്ഞൂടെ അള്ളാഹുവിനോട്? അപ്പം എന്താ അദ്ദേഹത്തിൻ്റെ കാര്യം? അദ്ദേഹത്തിന് കണ്ണാണൂല. ഈ സഹാബിക്ക് കാഴ്ച ശക്തി ഇല്ല. ഈ കാഴ്ച ശക്തിയുടെ കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ അള്ളാഹിനോട്? അപ്പം പറഞ്ഞു, ഖലാഉല്ലാഹി സുബ്ഹാനഹു ഇന്ദി അഹ്സനു മിൻ ബസരി, എൻ്റെ റബ്ബിൻ്റെ വിധിയാണ് എൻ്റെ കാഴ്ചയേക്കാൾ എനിക്ക് ഇഷ്ടമെന്ന്, എന്നിലേക്ക് നല്ലതെന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഞാൻ രണ്ടും പറഞ്ഞത് എന്തിനാ? രണ്ടിലും നമ്മൾ നിൽക്കണം. അള്ളാഹു എന്ത് വിധിച്ചാലും അതിൽ നമ്മൾ എന്ത് ചെയ്യണം? തൃപ്തി താടണം. അത് വിചാരിച്ച് ദുആ ചെയ്യാതിരിക്കും വേണ്ട. അവിടെ നമുക്ക് എന്തുണ്ട്? മദ്ഹബ് ഉണ്ട്. രണ്ടും ചെയ്യണം. ഖൈറുൽ ഉമൂരി ഔസതുഹാ, എല്ലാ കാര്യത്തിലും അതിൻ്റെ മധ്യ നിലയിൽ നിലനിന്ന് പോകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ശരീരങ്ങളൊക്കെ മുറിഞ്ഞ ഒരു വ്യക്തി പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ കൂടുതൽ ജനങ്ങളെയും രണ്ട് കാലും രണ്ട് കയ്യും ഇല്ല എന്നുള്ള അദ്ദേഹത്തിന്. ഒരു അപകടത്തിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്, അപകടത്തിലോ അല്ലെങ്കിൽ രോഗം കാരണമോ. ഇതൊക്കെ കിതാബിലുള്ളതാ. അദ്ദേഹം പറയാണ് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് നന്ദി ചെയ്ത് പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മൻ ഇബ്തലാ കസീറൻ മിനന്നാസ്. ജനങ്ങളിൽ കൂടുതൽ ആളെയും പരീക്ഷിച്ച പരീക്ഷണത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി എനിക്ക് സുഖം തന്ന അള്ളാഹുവെ നിനക്കാണ് സർവ്വ സ്തുതിയും. അവശനായ വികലാംഗനായ ആളായി പറയുന്നത്. അപ്പോൾ ചോദിച്ചു, എന്താണ് ആ നിയമത്ത്? ആ നിയമത്ത് എന്നാൽ ശിർക്ക് എന്ന ഏറ്റവും വലിയ പ്രയാസത്തിൽ നിന്ന് തൗഹീദ് എന്ന വിശ്വാസത്തിലേക്ക് എന്നെ കൊണ്ടുപോയില്ലേ. ലോകത്ത് എത്ര ആളുകൾക്ക് അള്ളാഹു അത് കൊടുത്തിട്ടില്ല. അപ്പൊ ജനങ്ങളിൽ കൂടുതൽ പേരും അകപ്പെട്ട ശിർക്ക് എന്ന മാറാരോഗത്തിൽ നിന്ന് അള്ളാഹു എനിക്ക് ഹിദായത്ത് എന്ന നിഅമത്ത് നൽകിയില്ലേ. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങളെ, നമുക്കൊരു ഹിമ്മത്ത് വേണം, നമുക്കൊരു അസ്മ വേണം, നമുക്ക് സബ്ർ വേണം. നമ്മൾ പിടിച്ചു നിൽക്കണം. ഏത് കാലത്തും നമ്മൾ പിടിച്ചു നിൽക്കും, പ്രതിരോധം തീർക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أعتقني من النار اللهم أعتقنا من النار اللهم أعتقنا من النار اللهم أعتقنا من النار അല്ലാഹുവേ റമളാനിലെ എല്ലാ രാത്രികളിലും നിനക്ക് നരകമോചനമുണ്ട് എന്ന് സ്വഹീഹായ ഹദീസ് ഉണ്ടല്ലോ. എല്ലാ രാത്രിയിലും നരകമോചനം ചെയ്യപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ അക്കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല, സ്വർഗത്തിലേക്ക് അടുപ്പിക്കണേ അല്ല, കാലാകാലമുള്ള സ്വർഗീയ ജീവിതത്തിലേക്ക് ഞങ്ങൾ അടുപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ചെറിയ ചെറിയ ഒരു അറിവുമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് എങ്കിലും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഇതിൻ്റെ ഉപകാരം ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന് വർധനവായി നൽകണേ അല്ലാ, ഖുവ്വത്ത് നൽകണേ അല്ലാ, ഹിമ്മത്ത് നൽകണേ അല്ലാ, അസ്മ നൽകണേ അല്ലാ. ഏത് പ്രതിസന്ധികളെയും പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിന് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ഫലസ്തീനികൾക്ക് ഷഹാദത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഷഹാദത്ത് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.